السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وآله وصحبه أجمعين. حصنت نفسي بالحي القيوم الذي لا يموت أبدا ودفعت بألف ألف لا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم. നമ്മൾ രണ്ടുവരി അന്തതത്തിലൊക്കെ ചെല്ലുമ്പോഴത്തേനെ നിങ്ങളൊക്കെ ഒന്നിങ്ങനെ മുന്നിക്ക് വന്നിരുന്നാൽ വളരെ നന്നാവും. ആദ്യത്തെ 2 വരി ഒഴിവാക്കിയിരുന്നാളേ, അപ്പോൾ ഷറാവും. أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. أنت أم أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي. لا إله إلا الله لا إله إلا الله لا محمد رسول الله. لك أشكي يا سيدي خير النبي. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد. إننا نرجو إلى كأس حوضك للعطش يوم التابية سيدي خير النبي. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد الشفاعة وأهلنا إن ضاء يا سيدي خير النبي. لا إله إلا الله لا إله إلا الله لا إله محمد رسول الله. الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. മോമിനിങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. മറ്റു ചിലതിന് അംഗീകാരം നൽകി.
വേറെ ചില കാര്യങ്ങൾ തോന്നും. ാമത്തുനാളുമായി ബന്ധപ്പെട്ട് വരാനുള്ള കാര്യങ്ങൾ, അന്ന് മുഅ്മിനീങ്ങൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ, അന്നത്തെ സമുദായത്തിൻ്റെ അവസ്ഥ, ഇതൊക്കെ നബിതങ്ങൾ പറഞ്ഞു തന്നതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാണിച്ചു തരാൻ നബി ഉണ്ടായിട്ടില്ലല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. യതദാഅലൈകുമുൽ ഉമമു കമാ തദാഅല്ലാകിലതു ഇലാ ഖസ്അതിഹാ. വ്യത്യസ്തമായ സമൂഹങ്ങൾ നിങ്ങളിലേക്ക് കൈനീട്ടി വരുന്ന ഒരു കാലഘട്ടമുണ്ടാകും. അമ്മിൻ ഖില്ലത്തിൻ യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ, ഞങ്ങളന്ന് എണ്ണത്തിൽ കുറവായത് കൊണ്ടാണോ അങ്ങനെ സംഭവിക്കുക എന്ന് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു, അല്ല, നിങ്ങൾ ധാരാളം ഉണ്ടാവും. ഇന്നെന്താ കുഴപ്പം? വലാകിന്നകും ഗുസാഉം കഗുസാഇസ് സൈൽ. ഒന്ന്, നിങ്ങൾക്ക് നിലപാടില്ലാത്തവരായിരിക്കും. എല്ലാവരും എന്താ ചെയ്യാച്ചാൽ ഞാനും അങ്ങനെ ചെയ്യാം, അങ്ങനത്തെ ഒരു നിലപാട് നിങ്ങൾ സ്വീകരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞത് ഹുബ്ബുദ് ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്. ദുന്യാവിനോട് അതിരറ്റ സ്നേഹം ഉണ്ടാവും, മരണത്തോട് ഭയങ്കര വെറുപ്പും ഉണ്ടാവും. ദുന്യാവ് ഉണ്ടാവലും ദുന്യാവിനോട് സ്നേഹം ഉണ്ടാവലും രണ്ടാണ്. ദുന്യാവ് ഉണ്ടാകുന്നതിന് കുഴപ്പമൊന്നുമില്ല, ദുന്യാവിനോട് സ്നേഹം ഉണ്ടാകുന്നതിനേ കുഴപ്പമുള്ളൂ. നാളെ ഞാനൊരു ദിവസം കോളേജ് കുട്ടികൾക്ക് ക്ലാസ് എടുത്തപ്പോൾ കുട്ടികളോട് ചോദിച്ചു, കുട്ടികളെ മുതലുണ്ടായ നല്ലതാകാത്തന്ന് ചോദിച്ചു. അത് മോശമാണ് പറഞ്ഞ പോലെ എല്ലാവരും. നമ്മളൊരു പെണ്ണ് കാണാൻ പോയി, കണ്ടിങ്ങനെ ഇറങ്ങിയേക്കാൻ എന്നെ പറഞ്ഞു പറ്റ മോശമാണ്, എന്നാലും നിങ്ങൾ കെട്ടിച്ചെന്നാലും പറഞ്ഞാൽ കിട്ടുമോ? ഇല്ല. മോശമാണെന്ന് പറഞ്ഞാൽ പിന്നെ സാധനം നമുക്ക് കിട്ടൂല, നമുക്ക് പൈസ ഉണ്ടാകാത്ത അതന്നെയാണ് മോശമാണ് പറഞ്ഞിട്ട്. പൈസ മോശമെന്ന് ആരെ പറഞ്ഞു? പൈസ അല്ല മോശം, പൈസ കൈകാര്യം ചെയ്യണവൻ്റെ മനസ്സാണ് മോശം. പൈസ ഉണ്ടായ ഒരു കുഴപ്പമില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുതലാളിയല്ലേ, അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു മുതലാളിയല്ലേ, ഗൗസുൽ ആദം മുതലാളിയല്ലേ, ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു മുതലാളിയല്ലേ, ബഹുമാനപ്പെട്ട മുതലാളിയല്ലേ, ടിപ്പു സുൽത്താൻ മുതലാളിയല്ലേ, ഖാജ മൊയ്നുദ്ദീൻ ചിസ്തി അജ്മീരി മുതലാളിയല്ലേ, മമ്പറന്നങ്ങൾ മുതലാളിയല്ലേ. എന്തുകൊണ്ടാ വെച്ചാൽ നമ്മളെ ചിന്ത കുഴപ്പമായതുകൊണ്ടാണ്. കുറച്ചൊക്കെ മുതലില്ലെങ്കിൽ ഇപ്പോൾ ആശുപത്രി കേസ് വന്നാൽ എന്താ കാട്ടാന്ന് ആലോചിച്ചതുകൊണ്ടാണ് ഉള്ള പൈസയൊക്കെ ആശുപത്രി കൊടുക്കേണ്ടി വന്നത്. നമ്മൾ പൈസ ഉണ്ടാക്കണതന്നെ ആശുപത്രി കൊടുക്കാനാണ്, പിന്നെ കൊടുക്കേണ്ടി വരുമല്ലോ, ഉറപ്പല്ലേ. സ്വതക്ക കൊടുക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരു കുഴപ്പവും വരില്ല. സക്കാത്ത് കൊടുക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കിയ ഒരു കുഴപ്പവും വരില്ല. ഹദിയ കൊടുക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കിയ ഒരു കുഴപ്പവും വരില്ല. ബഡ്ജറ്റ് കണക്കാക്കുമ്പോൾ അതിൽ സ്വതക്കക്ക് ബഡ്ജറ്റ് ഇടുന്നില്ല എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം. വെറുതെ കൊടുക്കാനുള്ള ബഡ്ജറ്റ് നമ്മൾ തീരെ ഇടൂല, അതൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ചിന്തകളാണ് പ്രശ്നം. അപ്പോൾ ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നു. ചില വിഷയങ്ങൾക്ക് നബി തങ്ങൾ അംഗീകാരം തന്നതാണ്. ഉദാഹരണമായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പാട്ട് പാടിയിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, പാടിയിട്ടല്ല, ഒറ്റ പാട്ടും പാടിയിട്ടില്ല. ചില പാട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. ചില പാട്ടൊക്കെ നല്ല പാട്ടാണ് എന്ന് പറഞ്ഞു. ഒരിക്കലൊരു സഹാബി വന്നിട്ട് ചോദിച്ചു, നബിയെ സ്വർഗത്തിൽ പാട്ടുണ്ടാവുമോ എന്ന് ചോദിച്ചു നബിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അഫിൽ ജന്നതി സമാഉൻ യാ റസൂലല്ലാഹ് ഇന്നി ഉഹിബ്ബുസ് സമാഅ. അല്ലാഹുവിൻ്റെ റസൂലേ, സ്വർഗത്തിൽ പാട്ടുണ്ടോ? എനിക്ക് പാട്ട് വലിയ ഇഷ്ടമാണ് നബിയേ. നബി തങ്ങൾ പറഞ്ഞു, നഅം ഫിൽ ജന്നതി സമാഅ, അതേ സ്വർഗത്തിൽ പാട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സഹാബി ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, സ്വർഗത്തിലെ പാട്ട് എങ്ങനെയായിരിക്കും നബിയേ?
പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗാവകാശികൾക്ക് പാട്ട് കേൾക്കണമെന്ന് തോന്നുമ്പോ സ്വർഗത്തിൽ മാത്രമായി അടിച്ചു വീശുന്ന ഒരു പ്രത്യേകമായ കാറ്റുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ കാറ്റിനെ വിളിക്കുന്നതും ഒരു പാട്ട് പാടാൻ പറയുന്ന സന്ദർഭത്തിൽ ഖസബ് എന്ന് പേരായ ഒരു മുളങ്കാട് സ്വർഗത്തിലുണ്ട്. ആ മുളങ്കാട്ടിലേക്ക് ആ കാറ്റ് പ്രവേശിച്ചുകൊണ്ട് മനോഹരമായ ഒരു പാട്ടുണ്ടാക്കുന്നതും ആ പാട്ട് കേട്ടുകൊണ്ട് സ്വർഗത്തിലെ മറ്റു മരങ്ങൾ പ്രകാശിക്കുന്നതുമാണ്. ആ സഹാബി വര്യൻ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, സ്വർഗത്തിൽ ഉണ്ടാവോ? ഈ ഒരു പാട്ടന്നെ ഉള്ളൂ, അതഞ്ഞ് വേറെ പാട്ടുണ്ടോ ചോദിച്ചു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹാബ, സ്വർഗത്തിൽ വേറെയും പാട്ടുണ്ട്. അടുത്തെപ്പോഴും ഇരിപ്പുണ്ട്, താരാട്ടുപാടാൻ തോഴികൾ വരവുണ്ട്, കൈമുട്ടുവാൻ ചില ദാസികൾ അടുത്തുണ്ട്, കടക്കണ്ണു കൊണ്ടൊരു നോട്ടവും ചിരിയുണ്ട്. അപ്പ ആ സഹാബി ചോദിച്ചു, സ്വർഗത്തിൽ ഇനി വേറെ പാട്ടുണ്ടാവുമെന്ന്. മൂപ്പര് വിടൂല. മൂപ്പര് വിടാൻ തീരുമാനിച്ചിട്ടില്ല. മൂപ്പർക്ക് സ്വർഗത്തിൽ എത്ര പാട്ടുണ്ട് എന്നൊക്കെ അറിയണം, അതാണ് ആവശ്യം. വേറെ പാട്ടുണ്ടാവുമെന്ന് ചോദിച്ചു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൽ വേറെയും പാട്ടുണ്ട്, വേറെയും പാട്ടുണ്ട്. സ്വർഗാവകാശികൾക്ക് പാട്ട് കേൾക്കാൻ തോന്നുമ്പോ അല്ലാഹു സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാമിനെ വിളിക്കുന്നതാണ്. അല്ലാഹു ശബ്ദം മുഅ്ജിസത്തായി നൽകിയ പ്രവാചകനാണ് സയ്യിദുനാ ദാവൂദ്. ഓരോ നബിമാർക്കും അതാത് കാലഘട്ടത്തോട് യോജിക്കുന്ന മുഅ്ജിസത്തുകൾ അല്ലാഹു നൽകി. ശൈത്താൻ വാദ്യോപകരണങ്ങൾ കൊണ്ടുവന്നത് ദാവൂദ് നബിയുടെ കാലത്താണ്. അതുകൊണ്ട് എല്ലാ വാദ്യോപകരണങ്ങളെയും അതിജയിക്കുന്ന മാസ്മരിക ശക്തിയുള്ള ശബ്ദമായിരുന്നു ായിരുന്നു. അത്രയും ദാവൂദ് പ്രകാശത്തിന്റെ ഒരു സ്റ്റേജ് കൊണ്ടുവരാൻ വേണ്ടി മലക്കുകളോട് പറയും. മലക്കുകൾ പ്രകാശത്തിന്റെ ഒരു സ്റ്റേജ് കൊണ്ടുവരും. ദാവൂദ് നബി അലൈഹിസ്സലാമിനെ അതിൽ കയറ്റി നിർത്തും. പരിശുദ്ധമായ ഖുർആൻ ഓതാൻ പറയും. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان. മനോഹരമായി പാരായണം ചെയ്യുമ്പോ അത് കേട്ടുകൊണ്ട് സ്വർഗമാകമാനം ഇങ്ങനെ ഇളകി മറിയുന്നതാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അപ്പൊ പാട്ട് നബി പാടിയിട്ടില്ല, പാട്ടിന് അംഗീകാരം തന്നിട്ടുള്ളൂ. പാട്ടുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നല്ല പാട്ട് ഇന്നതാണ്, ആകാത്ത പാട്ട് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പാടിയിട്ടില്ല. കുടുംബജീവിതം അങ്ങനെയല്ല, കുടുംബജീവിതം ചെയ്ത് കാണിച്ചെന്നാണ്. പറഞ്ഞു തന്നതുണ്ട്, അംഗീകാരം നൽകിയതുണ്ട്, ചെയ്ത് കാണിച്ചെന്നുണ്ട്. കുടുംബജീവിതം ചെയ്ത് കാണിച്ചെന്ന അമലാണ്. അതുകൊണ്ട് അങ്ങനെ പറ്റൂല, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നടക്കൂല എന്നൊന്നും പറയാൻ പറ്റൂല. ചെയ്തം കാണിച്ചു തന്നിട്ട് പോയി. അതാണ് കുടുംബജീവിതത്തിന്റെ പ്രത്യേകത. ഒരുപാട് പഠിക്കാനുള്ളൊരു വിഷയമാണ് കുടുംബജീവിതം എന്ന് പറഞ്ഞാല്. കുടുംബം എന്നതിന് അറബിയിൽ പറയാ അഹ്ലി എന്നാണ്. അഹ്ലി. ഗൾഫേരോട് എന്തൊക്കെയോ കുടുംബത്തിന്റെ ഒക്കെ വർത്താനം എന്ന് ചോദിച്ചാൽ ഫാമിലിയൊക്കെ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയും. ഫാമിലി ഇവിടെ ഉണ്ട് അറിയും, വളരെ സുഖമാണ് അറിയും. അപ്പൊ അന്വേഷിച്ച് നോക്കുമ്പോൾ 20 വലുപ്പമുള്ള ഒരു റൂമിൽ ഭാര്യയും കുട്ടികളും ഓനും കൂടിയും പാർക്ക് ഉണ്ടാവും. അതാണ് കുടുംബമൊക്കെ ഇവിടെ ഉണ്ട്. കുടുംബത്തിൽ ഉമ്മാനെപ്പെടുത്തണില്ല ആരും, കുടുംബത്തിൽ വാപ്പാനെപ്പെടുത്തണില്ല. ഫാമിലി എന്ന് പറയുമ്പോൾ
അഹ്ല് കുടുംബം എന്നത് ഫാമിലി എന്ന ഇംഗ്ലീഷിലേക്ക് മാറിയപ്പോൾ വാപ്പയും ഉമ്മയും പെടാതായി. അതാണ് സംഭവിച്ചത്. കുടുംബം എന്ന് പറഞ്ഞാൽ വാപ്പുണ്ട്, കുടുംബം എന്ന് പറഞ്ഞാൽ ഉമ്മ ഉണ്ട്, പലരും ഉണ്ട്. ഖുർആൻ പരിചയപ്പെടുത്തിയ കുടുംബം അതൊന്നല്ല, വേറൊരു കുടുംബമാണ്. ഖുർആനിലൊരു കുടുംബത്തെ പറ്റി പറയണ്ടേ, അഹ്ല്. ഖുർആനിലെ കുടുംബത്തെ കുറിച്ച് പറയണത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘമായ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ്. സൂറത്ത് ഹൂദിൽ ആ കഥ മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെയും മകൻ്റെയും കഥയാണത്. 950 വർഷം ദീന് പറഞ്ഞിട്ട് പരിശുദ്ധമായ ദീനിലേക്ക് ആരും വരാതെയായപ്പോ നൂഹ് നബി അലൈഹിസ്സലാമിന് ടെൻഷനായി. നൂഹ് നബി ദുആ ചെയ്തു, റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ. അല്ലാഹുവേ, കാഫിരീങ്ങളിൽ നിന്ന് ആരെയും നീ ഈ ദുനിയാവിൽ ഉപേക്ഷിക്കരുത് റബ്ബേ. നിങ്ങളുടെ ദുആ ഞാൻ കബൂലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളൊരു കപ്പലുണ്ടാക്കുക. നൂഹ് നബി അലൈഹിസ്സലാം ചരിത്രത്തിൽ ആദ്യമായി കപ്പലുണ്ടാക്കി. തടി പണിയുവാൻ നബി നൂഹ് നല്ല സമർത്ഥന, തേക്കിന്റെ തടിയിൽ കപ്പൽ തീർത്ത പ്രസിദ്ധനാ. ചരിത്രത്തിൽ ആദ്യമായി മരപ്പണി ചെയ്ത ആള് നൂഹ് നബിയാണ് അലൈഹിസ്സലാം. ചരിത്രത്തിൽ അറിയപ്പെടുന്ന കർഷകൻ സക്കരിയ നബിയാണ്. ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഇരുമ്പ് പണിക്കാരൻ ദാവൂദ് നബി അലൈഹിസ്സലാമാണ്. ദാവൂദ് നബി രാജ്യം ഭരിച്ചവരല്ലേ, പടയങ്കി നെയ്തവർ കഴിഞ്ഞില്ലേ. രാജ്യം ഭരിച്ചവരാ സുലൈമാനുൻ നബി. യാ സാഹിബി, അമ്പിയാക്കളിൽ മാതൃകയില്ലാത്ത ഒന്നുമില്ല. എല്ലാ വിഷയത്തിലും അമ്പിയാക്കളിൽ മാതൃകയുണ്ട്. ആദ്യമായി വസ്ത്രമുണ്ടാക്കിയത്, ആദ്യമായി നൂൽ ഉണ്ടാക്കിയത് ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയാണ്. ആദ്യമായി വസ്ത്രമുണ്ടാക്കിയത് സയ്യിദുനാ ആദം അലൈഹിസ്സലാം ആകുന്നു. നൂൽ നൂറ്റതും മുന ഹവ്വയാണ് ആദ്യമായി. അതുകൊണ്ട് വസ്ത്രം നെയ്തതും നബി ആദമായി. പക്ഷെ ടൈലർക്ക് ഇത് ആദം നബിനോടുള്ള ഇത്തിബാ ആണെന്ന് തോന്നിയില്ല എന്നുള്ളതാണ് ടൈലറിങ്ങിന്റെ പരാജയം. ഡ്രൈവർക്ക് ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് എന്ന് തോന്നിയില്ല എന്നുള്ളതാണ് ഡ്രൈവറുടെ പരാജയം. അതുകൊണ്ടാണ് ഓ അഹങ്കാരം കാണിക്കുന്നതിന്റെ കാരണം. ചരിത്രത്തിൽ ഏറ്റവും അഹങ്കാരം കാണിക്കുന്നവർ ഡ്രൈവർമാരാണ്. ഏറ്റവും വിനയം വേണ്ടത് അവർക്കായിരുന്നു. കാരണം അവർ കുറേ മനുഷ്യന്മാരെ ജീവനും കൈ പിടിച്ചിട്ടാണ് പോണത്. എന്തുകൊണ്ട്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്യണതെന്ന് അവന് തോന്നിയില്ല, സുന്നത്താണെന്ന് തോന്നിയില്ല. അതാണ് പ്രശ്നം. കുടുംബജീവിതം നബി തങ്ങൾ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അമ്പിയാക്കളുടെ ചര്യയിൽപ്പെട്ടതാണ്. ലോക ചരിത്രത്തിൽ വന്ന 1,24,000 അമ്പിയാക്കളിൽ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാര്യത്തിൽ മാത്രമാണ് തർക്കമുള്ളത്. ബാക്കിയുള്ള എല്ലാ അമ്പിയാക്കളും കല്യാണം കഴിച്ച് ജീവിച്ചിട്ടുണ്ട്. ഈസാ നബി അവസാനം ഇറങ്ങി വരുമെന്നും മഹാനവറുകൾ വിവാഹം കഴിക്കുമെന്നും മക്കളുണ്ടാകുമെന്നും മരണപ്പെട്ട് റൗള ഷരീഫിൽ മറമാടുമെന്നും അഹ്ലുസുന്ന വിശ്വസിക്കുന്നു. അതോടുകൂടെ ലോകത്ത് വന്ന 1,24,000 അമ്പിയാക്കളിൽ എല്ലാ നബിമാരും കല്യാണം കഴിച്ചവരായി മാറുന്നു. അമ്പിയാക്കളുടെ ചര്യയാണ് കല്യാണം എന്ന് പറഞ്ഞത്. അമ്പിയാക്കളുടെ ചര്യക്ക് പോവുകയാണ് എന്നുള്ള നിലയിൽ നമ്മൾ കല്യാണത്തിന് പോലില്ല. ചെന്നില്ലെങ്കിൽ അബ്ദുറഹ്മാൻ എന്താ തോന്നുകയെന്ന് കരുതിയിട്ട് മാത്രമേ പോവുള്ളൂ. അബ്ദുറഹ്മാനല്ലല്ലോ അല്ലാഹു തആല. അതന്നെ പ്രശ്നം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണെന്ന് കരുതിയിട്ട് പോണില്ല. നബി തങ്ങളുടെ സുന്നത്താണെന്ന് കരുതിയിട്ട് പോണില്ല. നാളെ ദിവസം ഞാനിങ്ങനെ കുടുംബ പരിപാടിയിൽ ചെറുപ്പക്കാർ മാത്രമുള്ള ഒരു സദസ്സിൽ ഇങ്ങനെ ക്ലാസ് എടുത്തപ്പോൾ അവരോട് ചോദിച്ചു, എല്ലാവരും പെണ്ണെട്ടിയതാണോ എന്ന് ചോദിച്ചു. എല്ലാവരും പെണ്ണെട്ടിയാന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും കയ്യൊന്നിച്ചു ആന്ന് പറഞ്ഞു. പെണ്ണെട്ടിയപ്പോൾ നീയത്ത് വെച്ചവരൊക്കെ ഒന്ന് കയ്യൊന്നിച്ചാണ് പറഞ്ഞു. അപ്പോൾ ആർക്കും പൊന്തിക്കാൻ പറ്റിയില്ല. ഇവിടെ ഇപ്പം ഞാൻ എല്ലാവരോടും കൈ താത്താനാ പറയണത്, പൊന്തിക്കാൻ പറയണില്ല. കാരണം ചോദിച്ചാൽ ഞാൻ ചോദിപ്പോ
കല്യാണം കഴിച്ചപ്പോൾ നിക്കാഹിൻ്റെ അന്ന് ആരൊക്കെ നിയ്യത്ത് വെച്ചതെന്ന് ചോദിച്ചാലേ ഞാൻ ചുയിപ്പാവും, നിങ്ങൾ കഴിച്ചില്ലാവും ചിലപ്പോൾ. ചോദിക്കണില്ല. അതുകൊണ്ട് സംഗതി ഇപ്പം നിക്കാഹും തൊലാക്കും ശരിയാവാൻ നിയ്യത്ത് ആവശ്യമില്ല എന്നേ ഉള്ളൂ. കൂരിട്ടണമെങ്കിൽ ആവശ്യമുണ്ട്, നേരാവണമെങ്കിൽ ആവശ്യമുണ്ട്, കുട്ടികൾ നേരാണെങ്കിൽ അത് ആവശ്യമുണ്ട്, സ്വർഗത്തേക്ക് പോകണമെങ്കിൽ ആവശ്യമുണ്ട്, അതിനൊക്കെ അത് ആവശ്യമാണ്. സ്വഹീഹാവാൻ ആവശ്യമില്ല എന്ന് മുഴുത്തമതായ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് നിക്കാഹ് എല്ലാവർക്കും ശരിയാണ്. ഞാൻ ഇനി ആരും ബേജാറായിട്ടിൻ്റെ ഒപ്പം കൂടണ്ട. കൂലിട്ടണമെങ്കിൽ വേണം. നിയ്യത്ത് വെച്ചിട്ടില്ല ആരും, അതന്നെ അത് കേടുന്നതിൻ്റെ കാരണം. ഇനിയിപ്പോൾ എന്താ ഉസ്താദെ കാട്ടുക? ഇപ്പം നെയ്യത്തൊക്കെ അന്നത്തെ ക്ലാസ് മുതലാവുക തന്നെ. ഇന്നത്തെ ക്ലാസ് മുതലായാലും നിക്കാഹിൻ്റെ നെയ്യത്ത് ശരിയായാലാണ്. അപ്പോൾ ഒരു പ്രശ്നമുള്ളത് എന്താ ഇപ്പം നെയ്യത്ത് വെക്കുക എന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ വീട്ടാൻ വേണ്ടി ഞാൻ കല്യാണം കഴിക്കുന്നു തന്നെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ വീട്ടാനാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ളത് നെയ്യത്ത് വെച്ചാൽ പിന്നെ അതിൻ്റെ എല്ലാ കാര്യവും ക്ലിയറാവും. കല്യാണം എന്ന് പറഞ്ഞ സംഗതി സ്വർഗത്തുനിന്ന് ആദം വല്ലിപ്പ തുടങ്ങിയതാ. ആദ്യത്തെ പുതിയാപ്പള ആദം നബിയാണ്, ആദ്യത്തെ മണവാട്ടി ഹവ്വ ബീവിയാണ്. സ്വർഗത്തിനാ തുടങ്ങിയത്. നോക്കാൻ ഞമ്മക്ക് നിർവാഹമില്ലാതെ 50,000 തെറ്റും ചെയ്തുകൊണ്ട് അള്ളഹാനോട് സോറി എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുക? ഞമ്മക്ക് ആദ്യം പറ്റണ്ടേ? മഗ്ഫിറത്ത് നമ്മുടെ ജീവിതത്തിൽ വേണമല്ലോ, എന്നാലല്ലേ അള്ളാഹു തആല പുറത്തിരുള്ളൂ. നടക്കണില്ല. ഇതൊന്നും നമ്മളെ സ്വഭാവമായി വരുന്നില്ലേ? പിന്നെ എന്തുകൊണ്ടാണ്? അപ്പോൾ സ്വർഗത്തിന് ആദം നബി തുടങ്ങിയതാണ് ആദ്യത്തെ കല്യാണം അലൈഹിസ്സലാം. ഹവ്വ ബീവിയാണ് ആദ്യത്തെ പുതിയണ്ണ. മനുഷ്യകുലത്തോളം പാരമ്പര്യമുള്ളൊരു കാര്യമാണത്. വല്ലിപ്പയും വല്യമ്മയും രണ്ടാളും 2 കട്ടിലുമേ കിടക്കണത്, 2 റൂമിലാ കിടക്കണത്, 2 പുതപ്പിലാ കിടക്കണത്, 2 വിരിപ്പിലാ കിടക്കണത്, 2 പാത്രത്തിലാണ് ഭക്ഷണം കഴിക്കണത്, 2 ഇരിക്കണത്. എന്തേന്ന് ചോദിച്ചു. പേരക്കുട്ടിയൊക്കെ എന്താ തോന്നാന്നാ. ഏത് പേരക്കുട്ടിക്കാപ്പം അറിയാത്തത്? വല്യമ്മാനെ വല്ലിപ്പ കല്യാണം കഴിച്ചു കൊടുക്കുന്നതാണ്. എല്ലാ പേരക്കുട്ടിക്കും അറിയും. ഖദീജ ബീവിനെയും നബിതങ്ങളെയും പഠിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴേ ഖദീജ ബീവിനെയും നബിതങ്ങളെ ആദ്യത്തെ ഭാര്യയാണ് സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹ. നുബുവത്തിന്റെ ഭാര്യ. റമദാൻ മാസത്തിലാണ് ഹിറാ ഗുഹയിലേക്ക് പോയത്. 2 വർഷം 2 റമദാനിൽ ഓരോ മാസമാണ് ഹിറാ ഗുഹയിൽ ജബലുൻ നൂർ പർവ്വതത്തിലെ ഹിറാ ഗുഹയിൽ നബിതങ്ങൾ ഇബാദത്ത് ചെയ്തത്. കച്ചവടത്തിന് അവിടേക്ക് പോണതിൻ്റെ മുമ്പ് ഒരിക്കൽ ഖദീജ ബീവിനോട് പറഞ്ഞു, ഖദീജ എനിക്കൊന്ന് ഒറ്റക്കിരുന്ന് ഇബാദത്ത് ചെയ്യണമെന്നുണ്ട്, അതിന് പറ്റിയൊരു സ്ഥലം കിട്ടിയ തിരക്കുണ്ടായിരുന്നില്ല. അപ്പൊ ഖദീജ ബീവി പറഞ്ഞു, നബിയെന്ന് നമ്മൾ ബഹുമാനിച്ച് പറയാട്ടോ, അന്ന് നബി ആയിട്ടില്ല. നബിയെ നിങ്ങൾ പറ്റിയൊരു സ്ഥലം ഏതെങ്കിലും ഉണ്ടോ എന്ന് തിരഞ്ഞു നോക്കിയാറും. അങ്ങനെ നബി തങ്ങൾ ഇങ്ങനെ മക്കത്ത് കൂടിയൊക്കെ ഇങ്ങനെ നടന്ന് അവസാനം ജബലുൻ നൂർ പർവ്വതത്തിന്റെ മേലെ കയറി താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ, ഹിറാ ഗുഹയിലേക്ക് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ നോക്കുമ്പോൾ കഅബ ഇങ്ങനെ കാണാണ്ട്. എന്നാൽ ഇവിടെ തന്നെ ആയിക്കോട്ടെ എന്ന് തീരുമാനിച്ചു. ഖദീജ ബീവിനോട് പോയിട്ട് വിവരം പറഞ്ഞു, ഖദീജ പറ്റിയൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് പറഞ്ഞു, ഞാനൊന്ന് പോയി നോക്കട്ടെ. ഖദീജ ബീവി പോയി നോക്കി. അവൾക്ക് പെണ്ണുങ്ങളോട് ഒരു വിഷയത്തിലും അഭിപ്രായം ചോദിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. അവള് പറഞ്ഞത് മാത്രമേ എടുക്കുള്ളൂ എന്ന് വരരുത് എന്നേ ഉള്ളൂ. അഭിപ്രായം ചോദിക്കും. ആരെ പറഞ്ഞു പെണ്ണുങ്ങളുടെ അഭിപ്രായം ചോദിക്കാൻ പാടില്ല? അങ്ങനെ നബി തങ്ങൾ ചോദിക്കും. വഹി വന്ന സ്ഥലം ഖദീജ ബീവി തെരഞ്ഞെടുത്തു കൊടുത്തതാണ് റളിയല്ലാഹു അൻഹ.
പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി വന്ന സ്ഥലം ഖദീജ ബീവി തിരഞ്ഞെടുത്തു കൊടുത്തതാണ്. അങ്ങനെ ഖദീജ ബീവി പോയി നോക്കിയപ്പോ തരക്കടില്ല ഈ സ്ഥലം. അതൊക്കെ ആട്ടിപ്പയച്ചാണ്ട് അടിച്ചോരി വൃത്തിയാക്കി കൊടുത്തു, നേരാക്കി. എന്നിട്ടിങ്ങനെ നബി തങ്ങൾ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ ഗോതമ്പ് മാവ്, ഉപ്പ്, പച്ചവെള്ളം, കാരക്ക 4 സാധനം കൊടുത്തയച്ചു. കുട്ടിയാണ് കുഴച്ചിട്ട് അത് തിന്നും, ഈത്തപ്പഴം തിന്നും, വെള്ളം കുടിക്കും, കഴിഞ്ഞു. ഭക്ഷണം കഴിയുന്ന സമയത്ത് ഇങ്ങോട്ട് തന്നെ വരും. അങ്ങനെ വീണ്ടും ഈ സാധനം കൊണ്ടുപോകും. ഇടക്ക് ഖദീജ ബീവി അങ്ങോട്ട് കൊണ്ടുവെക്കും. അങ്ങനെ അവസാനമായപ്പോൾ പിന്നെ തീരെ വരാതെ ഖദീജ ബീവി എന്നും ഭക്ഷണമായിട്ട് അങ്ങോട്ട് പോകലായി. ഒരു ദിവസം ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്യമ്മ ഞാൻ കൊണ്ടേ കൊടുത്തോളാം ഭക്ഷണം എന്ന് പറഞ്ഞു. ഖദീജ ബീവിയുടെ അടിമയായ പിന്നീട് നബിതങ്ങളുടെ വളർത്തുപുത്രനായ സെയ്ദ് ബിൻ ഹാരിസയുടെ മകനാണ് ഉസാമ. ചെറുപ്പം മുതൽ ഖദീജ ബീവിൻ്റെയും നബിതങ്ങളുടെയും വീട്ടിൽ താമസിക്കുന്ന വീട്ടുകാരനെ പോലെയായ ഒരാളാണ് സയ്യിദുന ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. വല്യമ്മ ഞാൻ കൊണ്ടേ കൊടുത്തോളാം എന്ന് പറഞ്ഞു. എന്റെ ഭർത്താവിന് ഞാൻ തന്നെ ഭക്ഷണം നൽകട്ടെ. കുട്ടികളെ, വാപ്പ വന്നിട്ടുണ്ട്, ചോറ് വിളമ്പി കൊടുത്താളി, ഉമ്മക്ക് വെജാന്നല്ല. തന്നെ പ്രശ്നം. ഇതാണ് പ്രശ്നം. കുടുംബജീവിതം സൂറത്തുർ റൂമിന്റെ 21-ാമത്തെ ആയത്ത്. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. അല്ലാഹുവിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് നിങ്ങൾക്ക് അവൻ നിങ്ങളിൽ നിന്ന് ഇണകളെ ഉണ്ടാക്കിയിരിക്കും. നിങ്ങൾ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടി. വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, മവദ്ദത്ത് റഹ്മത്ത് എന്നീ 2 ഗുണങ്ങൾ അള്ളാഹു നിങ്ങളിൽ വെക്കുകയും ചെയ്തിരിക്കുന്നു. സ്നേഹത്തിൻ്റെ 2 ഘട്ടങ്ങളാണ് മവദ്ദത്ത് റഹ്മത്ത്. സ്നേഹം 4 വിധത്തിലാണ്. സ്നേഹം 10 വിധമുണ്ട്, പ്രധാനമായും 4 വിധമാണ്. 1 മഹബ്ബത്ത്, 2 ഇഷ്ഖ്, 3 മവദ്ദത്ത്, 4 റഹ്മത്ത്. അങ്ങനെ 4 എണ്ണമാണ് സ്നേഹം. മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ പ്രേമം, ഇഷ്ഖ് എന്ന് പറഞ്ഞാൽ അനുരാഗം, മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ വാത്സല്യം. ഇത് 4ആണ് ഒരു മനുഷ്യൻ്റെ കൽബിലുണ്ടാവുന്ന സ്നേഹത്തിൻ്റെ 4 അവസ്ഥകൾ. മഹബ്ബത്ത് എന്ന് പറഞ്ഞത് പ്രേമാണ്. അത് അള്ളാഹിനോട് ഉണ്ടാകേണ്ടതാണ്. പ്രേമവിവാഹങ്ങൾ, പ്രണയവിവാഹങ്ങൾ പരാജയപ്പെടുന്നതിൻ്റെ കാരണം അള്ളാഹിനോടുണ്ടാവേണ്ടത് നാട്ടുകാരോടുണ്ടായി എന്നുള്ളതാണ്. 2 കാരണമുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. രണ്ടാമത്തെ ഒരു കാരണം മാ നബത്ത ഫിൽ ഹറാമി ഫഹുവ ഔലാ ബിന്നാർ, ഹറാമിൽ തുടങ്ങിയത് നരകത്തിലേ അവസാനിക്കുള്ളൂ എന്നതാണ് രണ്ടാമത്തെ കാരണം. അതിൻ്റെ തുടക്കം ഹറാമിലാണ്. അതുകൊണ്ട് ഇപ്പോൾ വാപ്പാർക്കും മക്കൾക്കും ഉമ്മമാർക്കൊക്കെ തോന്നൽ തുടങ്ങിക്കണു, അങ്ങനെ പോലും വാശി പിടിച്ചിങ്ങാണ്ട് പണ്ട് പിന്മാറൂല എന്ന് തോന്നുകയാണ്, എന്നാൽ പിന്നെ നടത്തി കൊടുക്കുക. കുഴപ്പമൊന്നുമില്ല, പള്ളിക്കൊന്ന് മൊലിയരൊക്കെ വന്നുകൊണ്ട് നിക്കാഹൊക്കെ നടത്തിയാൽ സയ്യാവൊക്കെ ചെയ്യും. പക്ഷെ ഹറാമിൽ തുടങ്ങിയത് നേരാവില്ല, അവസാനം വാപ്പിമ്യാവും നേരാവില്ല. വേണ്ടേ നിങ്ങൾ തീരുമാനിച്ചാളി, നേരാവില്ല. കാരണം മാനബത ഫിൽ ഹറാമി ഫഹുവ ഔലാ ബിന്നാർ, ഹറാമിൽ തുടങ്ങിയത് നരകവുമായാണ് കൂടുതൽ ബന്ധമുണ്ടായിരിക്കുക എന്ന് മുഹമ്മദ് നബി. ആദ്യം കണ്ടത് ഹറാമാണ്, നോക്കിയത് ഹറാമാണ്, വ്യഭിചാരമാണ്. സംസാരിച്ചത് ഹറാമാണ്, നാവിൻ്റെ വ്യഭിചാരമാണ്. ഒരുമിച്ചിരുന്നത് വ്യഭിചാരമാണ്, സഹവാസ വ്യഭിചാരമാണ്. തൊട്ടത് വ്യഭിചാരമാണ്, സ്പർശന വ്യഭിചാരമാണ്.
വ്യഭിചാരത്തിൽ തുടങ്ങിയത് ഖൈറിൽ അവസാനിക്കൂല. കല്യാണത്തിനുണ്ടാ കുഴപ്പം പറഞ്ഞേക്കുക. പറഞ്ഞിട്ട് മൊബൈൽ ഫോൺ കൊടുത്തിട്ട് വർത്താനം പറയാ. സംസാര വ്യഭിചാരം. സ്പർശ അൽ ഐനാനി സിനാഹുമാ അന്നദുറു ഹബീബുനാ റസൂൽ. കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാകുന്നു എന്ന് മുത്തുനബി പറഞ്ഞിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണിന്റെ വ്യഭിചാരം, നമ്മൾ വിചാരിച്ചത് വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ഗുഹ്യം കൊണ്ട് മാത്രമാകുന്നു എന്നാണ്. അല്ല, ഗുഹ്യം കൊണ്ട് ഉണ്ട് എന്നേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരട്ടി ശിക്ഷ നൽകുമെന്ന് പറഞ്ഞ ഒരു തെറ്റ് മാത്രമേ ഉള്ളൂ, അതാണ് വ്യഭിചാരം. ഒരാളൊരു നന്മ ചെയ്താൽ അതിന് 10 കൂലി അല്ലാഹു തആല കൊടുക്കും. ഒരു നന്മ വിചാരിച്ചാൽ തന്നെ അപ്പം അതിൻ്റെ കൂലി കൊടുക്കും. ഒരു നന്മ ഒരാളാണ് വിചാരിച്ചു, അടുത്ത കൊല്ലം ഹജ്ജിന് പോകണം എന്ന് വിചാരിച്ചു, അടുത്ത കൊല്ലം ഹജ്ജിന് പോകണം എന്നാ വിചാരിച്ചു ഒരാൾ, എന്നാൽ അപ്പം തന്നെ അവൻ്റെ ഏടിലൊരു ഹജ്ജിൻ്റെ കൂലി എഴുതും. സാലിം ഒരു ഹജ്ജ്, ഒറ്റ പൈസനും ചിലവില്ല. അപേക്ഷ കൊടുക്കാൻ 300 റുപ്യേൻ്റെ ചിലവുണ്ട്, വിചാരിക്കാൻ ഒറ്റ പൈസനും ചിലവില്ല. അപ്പം നമുക്ക് തോന്നുകയാണ് അതിപ്പോൾ ആരോഗ്യം ഉണ്ടായില്ലെങ്കിൽ എന്താ കാട്ടുക. ആരോഗ്യം തരണോ കൊണ്ടുപോയാലല്ലേ പോണ്ടുള്ളൂ. പൈസ ഉണ്ടായില്ലെങ്കിൽ എന്താ കാട്ടുക. പൈസ തരണോ തന്നാലല്ലേ പോണ്ടുള്ളൂ. വിചാരിക്കാൻ പൈസ ഉണ്ടല്ലോ. നമുക്കിപ്പോൾ ഈ ഇരിക്കണ എല്ലാവർക്കും ഒരു ഹജ്ജിൻ്റെ കൂലി കിട്ടും. ഈ ഇരിക്കണ ആണുകൾക്കും അപ്പുറത്തുള്ള പെണ്ണുകൾക്കും എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് അടുത്തുള്ള ഹജ്ജിന് പോകണമെന്നൊന്ന് വിചാരിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് അടുത്തുള്ള ഹജ്ജ് ഒറ്റ പൈസൻ്റെ ചിലവില്ല, ഒരു പൈസയും വേണ്ട, ഒരു ഹജ്ജിൻ്റെ കൂലി. അല്ലാഹു തആല ഒരു നന്മ വിചാരിച്ചാൽ അതിൻ്റെ കൂലി തരും എന്ന് പറഞ്ഞത് നമ്മളെ പറ്റിച്ച മാമ സൂചി പോയപ്പോൾ പറഞ്ഞ മാതിരി പറഞ്ഞല്ല. മാമ സൂചി പോയി തരാം. അപ്പോൾ പറഞ്ഞതിനെ ഈ സൂചിന് കിട്ടിയാൽ പള്ളിയൊക്കെ ഒരു പൊന്നിൻ്റെ സൂചി ഞാൻ കൊടുക്കുന്നു. അപ്പോൾ മാമാട് ചോദിച്ചു, മാമ ഈ ഇരുമ്പിൻ്റെ സൂചി കിട്ടിയിട്ട് ഒരു പൊന്നിൻ്റെ സൂചി പള്ളിയേക്ക് കൊടുത്ത് അങ്ങക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതല്ല, അള്ളാഹ് തരാൻ വേണ്ടി പറഞ്ഞു തന്നെയാണ്. ഒരു നന്മ വിചാരിച്ചാൽ അതിൻ്റെ കൂലി തരുന്ന്. ഹജ്ജിന് പോകാൻ വിചാരിച്ചാൽ കൂലി കിട്ടും, ഒരു പൈസയും ചിലവില്ല. അതുകൊണ്ട് വിചാരിക്കുക എല്ലാവരും, എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കണം. അപ്പോൾ ഓരോ കാര്യങ്ങളും അങ്ങനെയാണ്, നമ്മൾ വിചാരത്തിനനുസരിച്ച് കാര്യങ്ങളൊക്കെ നടക്കും. നന്മയെ എപ്പോഴും വിചാരിക്കണം. അപ്പോൾ മാ നബത്ത ഫിൽ ഹറാമി ഫഹുവ ഔലാ ബിന്നാർ എന്ന് പറഞ്ഞതാണ്. ഒരു നന്മ വിചാരിച്ചാൽ അതിൻ്റെ കൂലി കിട്ടും, ചെയ്താൽ 10 കൂലി കിട്ടും. അപ്പോൾ 11 കൂലിയായി. നോൽമ്പിനൊക്കെ പിന്നെ 70,000 എത്രയെന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിൽ വരി ഞാൻ തരാന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് നോമ്പിന്. ബാക്കിയുള്ളതിനൊക്കെ 70 നിസ്കരിച്ചാൽ 24 കൂലി ഏറെ, തലമറിച്ച് നിസ്കരിച്ചാൽ 25 കൂലി ഏറെ, ജുമാ നിസ്കാരത്തിന് തലമറിച്ചാൽ 70 ജുമാൻ്റെ കൂലി. അങ്ങനെയൊക്കെയാണ്. ഒരാൾ ജുമാക്ക് പള്ളിയേക്ക് എന്നിട്ടേ ഹൗദിൻ്റെ അവിടെ നിന്ന് ഒതുണ്ടാക്കി കയറുമ്പോൾ ആ തൂണിൻ്റെ ഓട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കൊട്ടയിലുണ്ടാവും തലയെ കൗത്തണ കുറച്ച് സാധനങ്ങൾ. അത് എടുത്താണ്ട് ഒന്നും കൗത്തിയാൽ 70 ജുമാൻ്റെ കൂലി കിട്ടും. തരാൻ വേണ്ടി പറഞ്ഞാണ് അല്ലാഹു തആല, അല്ലാതെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്ന മാതിരി തന്നെ ഓരോ കാര്യവും തരാൻ വേണ്ടി പറഞ്ഞ തന്നെയാണ്. അപ്പോൾ ഒരു നന്മ ഒരാൾ ചെയ്താൽ 10 കൂലി കിട്ടും. ഒരു തിന്മ ഒരാൾ വിചാരിച്ചാൽ ശിക്ഷയില്ല. കള്ളുടിച്ചെന്ന് ഒരാൾ വിചാരിച്ചു, അതിന് ശിക്ഷയൊന്നുമില്ല. ചെയ്താൽ ഒരു ശിക്ഷയേ ഉള്ളൂ. ഇരട്ടി ശിക്ഷയുള്ള ഒരു തെറ്റ് മാത്രമാണുള്ളത്. വലാ യസ്നൂന വമൻ യഫ്അൽ ദാലിക യൽഖാ സാമാ യുളഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമത്തി വയഖ്ലുദു ഫീഹി മുഹാനാ. യുളഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ. വ്യഭിചാരിക്ക് ഖിയാമത്ത് നാളിൽ ശിക്ഷ ഇരട്ടിയാക്കപ്പെടുന്നതാണ്. അൽ ഐനാനി സിനാഹുമാ അന്നദറു. കണ്ണിന്റെ വ്യഭിചാരം നാവിന്റെ വ്യഭിചാരം സംസാരമാകുന്നു. വ്യഭിചാരം കുറേ ഉണ്ട്. എന്റർടൈൻമെന്റ് വ്യഭിചാരമുണ്ട്, സ്റ്റാൻഡേർഡ് വ്യഭിചാരമുണ്ട്, ഒരുപാട് വ്യഭിചാരമുണ്ട്. ശിക്ഷ അല്ലാതെ ഒന്ന് തന്നെയാണ്. കല്യാണത്തിന്റെ തലേ ദിവസം രാത്രി സ്വന്തം മകളെ തലയിൽ തട്ടമിടാതെ മുല്ലപ്പൂവ് ചൂടിയിട്ട് പന്തലിൽ വരുന്ന മുഴുവൻ ആളുകൾക്കും നേത്ര വ്യഭിചാരം ചെയ്യാൻ വേണ്ടി നിർത്തിക്കൊടുക്കുന്ന ഉമ്മയും വാപ്പയും
വ്യഭിചാരത്തിന്റെ ശിക്ഷ അനുഭവിച്ചാൽ മതിയാകില്ല. വ്യഭിചാരശാല നടത്തിയതിന്റെ ശിക്ഷ തന്നെ അനുഭവിക്കേണ്ടി വരുന്നതാണ്. കല്യാണം ഉറപ്പിച്ചിട്ടു എന്നതിൻ്റെ പേരിൽ അന്യപുരുഷന് തൻ്റെ മകളോട് സംസാരിക്കാൻ അവസരം നൽകുന്ന വാപ്പ, കല്യാണം ഉറപ്പിച്ചിട്ടു എന്നതിൻ്റെ പേരിൽ നിക്കാഹ് കഴിഞ്ഞാലല്ലേ ഞാനീ പറഞ്ഞത്, മുട്ടായി കൊടുത്തു, മുദ്രം കൊടുത്തു, മൊബൈൽ കൊടുത്തു, ഒക്കെ ശരിയായി, ഇനി വർത്താനം പറയാം. ഉറപ്പിച്ചിട്ടു എന്നതിൻ്റെ പേരിൽ അന്യപുരുഷന് തൻ്റെ രക്തത്തിൽ പിറന്ന മകളോട് സംസാരിക്കാനും ഒരുമിച്ചിരിക്കാനും തൊടാനും നോക്കാനും അവസരം നൽകുന്ന വാപ്പയും ഉമ്മയും മാസങ്ങളോളം വ്യഭിചാരശാല നടത്തിയതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നതാണ്. നല്ലോണം സൂക്ഷിക്കണം. അതുകൊണ്ട് നല്ലോണം സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പവിത്രമായി നമ്മോട് പറഞ്ഞിട്ടുള്ള ഒരു ഇബാദത്താണ് നിക്കാഹ്. ഹറാമായ ഒരു വിഷയം ഹലാലാകാനുള്ള വഴിയാകുന്നു നിക്കാഹ്. നിക്കാഹ് സ്വർഗത്തിലേക്കുള്ള വഴിയാണെന്ന് മനസ്സിലാക്കണം. ഒരാൾ അള്ളാഹുവിന് വേണ്ടി വിവാഹം കഴിച്ചു, അതിലവനൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയുടെ ഓരോ ശ്വാസത്തിന്റെ എണ്ണം കണ്ടും മാതാപിതാക്കളുടെ ഏടുകളിൽ അള്ളാഹു ഹസനാത്തിനെ എഴുതി വെക്കുന്നതാണെന്ന് മുഹമ്മദ് നബി. ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ 70 ഷഹീദിന്റെ കൂലി ഉണ്ടായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇതൊരു പുണ്യമായ ഇബാദത്താണ്. ഈ കുടുംബജീവിതം തട്ടിമുട്ടി ഇങ്ങനെ കണ്ട് പോട്ടെ എന്ന് തീരുമാനിക്കാനുള്ളതല്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും നബി തങ്ങളുമുള്ള ജീവിതമാണ് പഠിക്കേണ്ടത്. എൻ്റെ ഭർത്താവിന് ഞാൻ തന്നെ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കട്ടെ. സയ്യിദത്തുനാ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് ജബലുന്നൂർ പർവ്വതത്തിലെ ഹിറാ ഗുഹയിലേക്ക് 9.5 കിലോമീറ്റർ ദൂരമുണ്ടായിരുന്നു എന്നാണ്. അല്ലാതെ ബെഡ്റൂമിൽ നിന്ന് അടുക്കളയ്ക്കുള്ള ദൂരമല്ല, 9.5 കിലോമീറ്ററാണ് ദൂരം. മവദ്ദത്ത് റഹ്മത്ത് എന്നീ 2 സ്നേഹങ്ങൾ വരണം. ഞാൻ പറഞ്ഞത് മഹബത്ത് എന്ന പ്രേമം, പ്രണയജീവിതം പരാജയപ്പെടുന്നതിൻ്റെ കാരണം 2 എണ്ണമാണ്. ഒന്ന്, ഹറാമിൽ തുടങ്ങിയത് ഖൈറിൽ അവസാനിക്കില്ല എന്നതാണ്. 2ാമത്തെ കാരണം, അള്ളാഹുവിനോടുണ്ടാവേണ്ടത് ജനങ്ങളോടുണ്ടായി. മഹബത്ത് അള്ളാഹിനോട് വേണ്ടതാണ്. എന്താ പ്രേമത്തിൻ്റെ പ്രത്യേകത? പ്രേമത്തിൻ്റെ പ്രത്യേകത എന്തിനാ എന്ന് ചോദിക്കാതെ അംഗീകരിക്കും എന്നതാണ്. പ്രേമുണ്ടായാൽ, പ്രണയമുള്ള ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് എന്തിനാന്ന് ചോദിക്കൂല, അതേമാതിരി ചെയ്യും. അള്ളാഹു തആല നമ്മളോട് നോലും പോൽക്കാൻ പറഞ്ഞു. അപ്പം നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ വയറിന് എന്തെങ്കിലും ഗുണമുണ്ടോ, അങ്ങനെയാണെങ്കിൽ നോറ്റ് നോക്കായിരുന്നു. നിസ്കരിച്ചാൻ പറഞ്ഞാൽ സുബഹി നിസ്കരിച്ചാൽ യോഗൻ്റെ മാതിരി ആവുമെങ്കിൽ ഒന്ന് നിസ്കരിച്ച് നോക്കാം എന്നാണ് നമുക്ക് തോന്നണേ. എന്തേ? പ്രണയമില്ല. പ്രണയം ഉണ്ടെങ്കിൽ നോൽമ്പോൽക്കാൻ പറഞ്ഞില്ലേ, ആ നോൽക്ക് തന്നെ. അത് പിന്നെ എന്തിനാന്നില്ല. നിസ്കരിച്ചാൻ പറഞ്ഞല്ലോ, ആ നിസ്കരിച്ചാൽ പിന്നെ എന്തിനാന്നില്ല. ഇതാണ് പ്രണയം. അള്ളാഹിനോട് വേണ്ടതാണ്. സ്നേഹത്തിൻ്റെ 2ാമത്തേത് ഇഷ്കാണ്. ഇഷ്ക് എന്ന് പറഞ്ഞാൽ അനുരാഗമാണ്. അതാണ് മുഹമ്മദ് നബിയോട് വേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അനുരാഗം ഉണ്ടായാൽ എന്താ ചെയ്യുക? അനുരാഗം ഉണ്ടായാൽ പറഞ്ഞ മാതിരി പറയും, ചെയ്ത മാതിരി ചെയ്യും, ചിരിച്ച മാതിരി ചിരിക്കും, നടന്ന മാതിരി നടക്കും, ഇരുന്ന മാതിരി ഇരിക്കും. അതാണ് അനുരാഗം ഉണ്ടായാൽ ചെയ്യുക. അത് മുഹമ്മദ് നബിനോട് വേണം സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ നടന്ന മാതിരി നടക്കുക, നബിതങ്ങൾ ഇരുന്ന മാതിരി ഇരിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ കടന്ന മാതിരി കിടക്കുക, നബി ചിരിച്ച മാതിരി ചിരിക്കുക. എങ്ങനെ നബിൻ്റെ ചിരി? ഇന്നമാ കാന യതബസ്സമു ലം യുറാദി റാസുഹു. നബിതങ്ങൾ പുഞ്ചിരിക്കുന്ന ആളായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും അള്ളാന്റെ റസൂല് പൊട്ടിച്ചിരിച്ചിട്ടില്ല. പൊട്ടിച്ചിരി എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ചിരിക്കുമ്പോൾ ശബ്ദമുണ്ടാവുക. 2, ചിരിക്കുമ്പോൾ അണപ്പല്ല് കാണുക. ഇത് 2ഉം പൊട്ടിച്ചിരിയാണ്. മുഹമ്മദ് നബി ചിരിച്ച മാതിരി ചിരിക്കാം. ചിരിക്കാം, ചിരിപ്പിക്കാം, പരിധി വിടാൻ ഞാൻ മതി. ചിരിക്കണേനും കുഴപ്പമില്ല, അതിൻ്റെ ഒരു പരിധി ഉണ്ട്, അത് വിടരുത് എന്നേ ഉള്ളൂ. 2 കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല ചിരിക്കുമ്പോൾ. ഒന്ന്, ശബ്ദം പുറത്തു വരാൻ പാടില്ല.
പെണ്ണുങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. ചിരിക്കുമ്പോൾ ശബ്ദം പുറത്തു വരാൻ പാടില്ല, അണപ്പല്ല് കാണാൻ പാടില്ല. കാരണം അള്ളാഹിന്റെ റസൂല് അണപ്പല്ല് കാണുന്ന തരത്തിൽ ഒരിക്കൽ പോലും ചിരിച്ചിട്ടില്ലെന്ന് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു തൻ്റെ ശമാഇലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനുരാഗം ഉണ്ടായാല് ചെയ്ത മാതിരി ചെയ്യും, പറഞ്ഞ മാതിരി പറയും, നടന്ന മാതിരി നടക്കും, ഇരുന്ന മാതിരി ഇരിക്കും, ഭക്ഷണം കഴിച്ച മാതിരി ഭക്ഷണം കഴിക്കും, എല്ലാം ഇങ്ങനെ. അതാണ് ഇത്തിബാ എന്ന് പറയുന്നത്. നബിതങ്ങളോട് ഇത്താഅത്തല്ല വേണ്ടത്, ഇത്തിബാ ആണ് വേണ്ടത്, അനുകരണം. നബിതങ്ങൾ തുണിങ്ങുപ്പായെടുത്ത മാതിരി എടുക്കുക, നബിതങ്ങൾ മുടിയട്ട മാതിരി വെട്ടുക, നബിതങ്ങൾ തലകെട്ടിയ മാതിരി കെട്ടുക, നബിതങ്ങൾ ചെരുപ്പിട്ട മാതിരി ഇടുക, അങ്ങനെ. അതാണ് അനുകരണം. ഒക്കെ സുന്നത്തുകളാണ്, എല്ലാം ആദാബുകളുമാണ്, ഒക്കെ പാലിക്കണം. അള്ളാഹുവിൻ്റെ റസൂലിന് മുടി ഉണ്ടായിരുന്നു. കുളിച്ച് എണ്ണ തേച്ച് വാർന്നിട്ട് തൊപ്പി വെച്ച് അതിൻ്റെ മേലെ തലയെ കെട്ടുന്നതാണ് നബിതങ്ങളുടെ സാധാരണ രീതി. ഇടക്കൊക്കെ തൊപ്പി മാത്രവും നബിതങ്ങൾ ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തൊപ്പി മാത്രമെങ്കിലും ധരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 3 തൊപ്പി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തൊപ്പിയുള്ളവർക്കൊക്കെ 3 വേണം. 3 കൂടി ഒപ്പിടാനല്ലല്ലോ, അള്ളാഹുവിൻ്റെ റസൂലിന് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാരണം. ഇതാണ് ഇത്തിബാ. കെട്ടിൻ്റെ ശ്രേഷ്ഠതയുണ്ട് തൊപ്പിയിലെന്ന് ബിഗയത്ത് 3-ാം ഭാഗമിൽ പറയുന്നു. ഉണ്ടായിരുന്നു നബിക്ക് തൊപ്പികൾ 3, അത് 3 സൈസിലുള്ളതാണ്. നമുക്കുള്ള വേഷവിധാനമിൽ നബിയല്ലേ വർദ്ധിച്ച മാതൃക എന്നതും മറക്കല്ലേ. വേഷമിൽ സംതൃപ്തിത അനുകരണവും അതിനോടു തന്നൊപ്പിച്ചുതാ. അങ്ങനെ ഏറ്റവും നല്ല ഹെയർ സ്റ്റൈൽ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട ഹെയർ സ്റ്റൈലാണ്. ഇമ്മ അങ്ങനെ എൻ്റെ കുട്ടിയുടെ തലമുക്ക് നോക്കിയപ്പോൾ ഒരു ഈമ ഉണ്ട് എന്ന് പറയണം. അതാണ് ഏറ്റവും നല്ല ഹെയർ സ്റ്റൈൽ, ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട ഹെയർ സ്റ്റൈൽ. മുഅ്മിനീങ്ങൾ സ്വീകരിച്ചു വരുന്നത് 3 ഹെയർ സ്റ്റൈലാണ്. ഒന്നുകിൽ മുടി ഇതുവരെ വളർത്തിയിട്ട് ബാക്കിൽ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒപ്പം വെട്ടുക. 3 രീതിയാണ് മുഅ്മിനീങ്ങൾ 1400 കൊല്ലമായിട്ട് സ്വീകരിച്ചു വരുന്ന നിലപാട്. അതിനെതിരിൽ നിലപാടുണ്ടായത് കുരിശ് യുദ്ധത്തിൻ്റെ സമയത്താണ്. കുരിശ് യുദ്ധം നടക്കുന്ന സമയത്ത് ജൂത പടയാളികളെ തിരിച്ചറിയാൻ വേണ്ടി ഉണ്ടാക്കിയ സ്റ്റൈലാണ് കുറച്ച് സ്ഥലം വടിച്ചുങ്ങാണ്ട് അല്ലെങ്കിൽ കുറച്ച് സ്ഥലം വെട്ടിങ്ങാണ്ട് ബാക്കി നിർത്തുക. ആവലെന്ന് മനുഷ്യന്മാർക്ക് വലിയ പേടിയുള്ള സാധനമാണ്. പക്ഷെ തല ആവലാക്കാൻ ആർക്കും ഒരു പേടിയില്ല. ഒരു മനുഷ്യൻ്റെ മുഖത്തേക്കാണ് നോക്കിയാൽ ഒരു ഈമാൻ തോന്നണ്ടേ. അതുകൊണ്ട് അവനാൻ്റെ മുടി എങ്ങനെ ആവണമെന്ന് അവനാൻ തീരുമാനിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്. ഞാനതിൽ കയ്യൊക്കണമൊന്നുമില്ല. അങ്ങനെയാണ് മുഖത്ത് നോക്കിയാൽ എൻ്റെ കുട്ടിയുടെ തലമുക്ക് നോക്കിയാൽ ഒരു ഈമാണ്ട് എന്ന് തോന്നണം. അതാണ് നല്ല ഹെയർ സ്റ്റൈല് എന്ന് പറഞ്ഞത്. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. മറ്റേ കുരിശുദ്ധത്തിൽ ജൂതന്മാരുണ്ടാക്കിയതാണ്. ആലോചിച്ചിട്ട് ചെയ്താൽ നന്നായി. കയ്യുമ്പോൾ ഒരു നൂല് കെട്ടും ചിലവർ. ഒക്കെ വന്ന വഴി അറിയണത് വളരെ നല്ലതാണ്. നൂല് കെട്ടൽ എങ്ങനെ വന്നത്? മഹാഭാരത യുദ്ധത്തിന് വേണ്ടി പോകുന്ന സമയത്ത് രാമന് സീത കെട്ടിക്കൊടുത്തതാണ് ആ നൂല്. അതാണ് അതിൻ്റെ അടിസ്ഥാനം. മഹാഭാരതത്തിലുണ്ട്. ഹൈന്ദവ ആചാരമാണ്, ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നൂല്, കയ്യുമുള്ള നൂല് കെട്ട്. നമ്മളെ സ്വാമിമാരെ കഴുത്തിലുള്ള രുദ്രാക്ഷം, കഴുത്തിലുള്ള മാലമുണ്ടാവും ഒരു മണി, ആ മണി അതിനെ രുദ്രാക്ഷം എന്ന് പറയാം. അത് ചേർത്ത നൂലായിരുന്നു കെട്ടിയിരുന്നത്. രക്ഷാബന്ധൻ എന്നാണ് അതിൻ്റെ പേര്. ഇതാണ് അടിസ്ഥാന നൂല്. കുറേ കാലം കഴിഞ്ഞ് എല്ലാവർക്കും അത് മനസ്സിലാകാൻ തുടങ്ങിയപ്പോൾ വർഷത്തിലൊരിക്കൽ RSSൻ്റെ ശാഖകളിൽ വെച്ച് ഇന്ത്യയിൽ നിന്ന് മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ഹൈന്ദവർ അല്ലാത്തവരെ, ഹിന്ദുക്കളല്ലാത്തവരെ പുറത്താക്കുമെന്ന് ശപഥം ചെയ്യും. ആ ശപഥം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സിമ്പലായി കയ്യും ഒരു നൂല് കെട്ടും. അതിൻ്റെ രാഗി എന്നാണ് പറയുക. അതിന്മേൽ കുങ്കുമ നിറത്തിലുള്ള ഒരു പൂവുണ്ടാവും. അതാണ് 2ാമത്തെ നൂല്. 3ാമത്തെ നൂല് ഫെബ്രുവരി 14 വാലന്റൈൻ ഡേ എന്ന് പറയുന്ന ലോക പ്രണയ ദിനമുണ്ട്. യൂറോപ്പിലൊരു രാജാവ് ഉണ്ടായിരുന്നു. അയാൾ ഈ നാട്ടിൽ ഞാനും പെണ്ണുങ്ങളെ പ്രേമിക്കാൻ പാടില്ല എന്ന് നിയമം കൊണ്ടുവന്നു. വാലന്റൈൻ എന്ന് പറയുന്ന ആൾ രാജാവിൻ്റെ മകളെ പ്രേമിച്ചു എന്നാണ്. അത് രാജാവ് അറിഞ്ഞപ്പോൾ അയാളെ കൊന്നു. ആ കൊന്ന ദിവസമാണ് ഫെബ്രുവരി 14.
അന്ന് അയാൾ അനുസ്മരിച്ചുകൊണ്ട് ആൺകുട്ടികൾ പെൺകുട്ടികൾക്കും പെൺകുട്ടികൾ ആൺകുട്ടികൾക്കും കയ്യും ഒരു നൂല് കെട്ടിക്കൊടുക്കും. ആ നൂല് കെട്ടിയാൽ പിന്നെ അവിടെ നിന്നാണ്ട് ആങ്ങളിയും പെങ്ങളിയും ആകും എന്നാണ് ഇത്രേ ഓലെ വിചാരം. ഒരു പിന്നെ ആങ്ങളിയും പെങ്ങളുമായി ജീവിക്കുന്നതാണ് അതിന് വേണ്ടി കെട്ടിക്കൊടുക്കുന്ന നൂല് ഫെബ്രുവരി 14. അതും പോയി. ഇപ്പം ലാസ്റ്റ് ചുരിദാറിൻ്റെയും പാൻസിൻ്റെയും കൂടെ ഫ്രീ ആയിട്ടൊരു നൂല് കിട്ടും. അതാണ് ഇപ്പോൾ കുട്ടികൾ ഇടൽ. ഇനി അതല്ല ഏർവാടിയിൽ നിന്ന് കൊടുക്കുന്നതാണെങ്കിലും അജ്മീറിൽ നിന്ന് കൊടുക്കുന്നതാണെങ്കിലും ഇവിടെ കെട്ടണ്ട. അത് പണ്ട് മഹാഭാരത യുദ്ധത്തിന് പോകുമ്പോൾ രാമന് സീത കെട്ടിക്കൊടുത്ത നൂലും എന്നാണ് തുടങ്ങിയിട്ടുള്ളത്. എല്ലാ വിഷയത്തിൻ്റെയും അടിസ്ഥാനങ്ങൾ പഠിച്ചിട്ട് വേണമെങ്കിൽ ചെയ്തോളി, അല്ലെങ്കിൽ ഒഴിവായിക്കാളി. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞത് നല്ല ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട ഹെയർ സ്റ്റൈലാണ് എന്ന് പറയാനാ. കുപ്പായത്തമ്മ പേര് എഴുതുന്നതും അങ്ങനെ തന്നെയാണ്. ടീഷർട്ടമ്മൊക്കെ ഉണ്ടാവും ഓരോരുത്തരെ പേര് എഴുതിക്കണം. ആ പേര് എഴുതി വെച്ച ആൾക്കാരെ പറ്റിയിട്ടൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. എന്നാൽ അധിക കുട്ടികളുടെ പേരമ്മയും ടീഷർട്ടമ്മയും കാണുന്ന എം എന്ന് തുടങ്ങുന്ന പേര് 6 കാമുകിമാർ നിലവിലുണ്ട്. ആൾക്ക് നിലവിൽ 6 കാമുകിമാർ നിലവിലുണ്ട്. അതൊക്കെ നമ്മളെ ഷർട്ടമ്മ എഴുതണമെന്നൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് എഴുതിയാൽ മതി. എല്ലാ വിഷയവും പഠിച്ചിട്ട് ചെയ്യുന്ന വിഷയം, കുടുംബജീവിതാണ് വിഷയം. അപ്പോ ഇഷ്ക്, ഒന്ന് മഹബത്ത് പ്രണയം അള്ളാഹിനോട് ഉണ്ടാകേണ്ടതാണ്. 2 ഇഷ്ക് അനുരാഗം മുത്തുനബിയോട് ഉണ്ടാകേണ്ടതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 മവദ്ദത്ത് സ്നേഹം ഭർത്താവിന് ഭാര്യയോട് ഉണ്ടാവേണ്ടതാണത്. 4 റഹ്മത്ത് വാത്സല്യം ഭാര്യക്ക് ഭർത്താവിനോട് ഉണ്ടാകേണ്ടതാണത്. മവദ്ദത്ത് എന്ന് പറഞ്ഞ സ്നേഹം ഭർത്താവിന് ഭാര്യയോടുണ്ടെങ്കിൽ റഹ്മത്ത് എന്ന വാത്സല്യം ഭാര്യക്ക് ഭർത്താവിനോടുണ്ടാവും. അപ്പോൾ കുടുംബജീവിതം അള്ള പറഞ്ഞ മാതിരിയാവും. അല്ലെങ്കിൽ ഉള്ള സമാധാനമാണ് പോയി കിട്ടും, കൂടുതൽ സമാധാനം വരുമൊന്നുമില്ല. എന്താ മവദ്ദത്ത്, എന്താ സ്നേഹം? സ്നേഹം എന്ന് പറയുന്ന കാര്യം, എനിക്കിപ്പോൾ നിങ്ങളോട് സ്നേഹം വചനത്തിലൂടെ മാത്രം മനസ്സിലാകുന്നതാണ്. എന്താ ഉണ്ടാകുക? അപ്പോൾ അത് മീൻകാരൻ പറയുക, അപ്പോൾ അവൻ്റെ ഒപ്പം പോവുക തന്നെ. അല്ലെങ്കിൽ ഓട്ടോറിക്ഷക്കാരൻ, അല്ലെങ്കിൽ മൈക്കക്കാരൻ പറയുക, അപ്പോൾ അവൻ്റെ ഒപ്പം പോകും. മൂപ്പർക്ക് പ്രതിഷേധം വേണ്ട. ആരാ പറഞ്ഞാൽ പറഞ്ഞവരൊപ്പം പോവുക തന്നെ. നമ്മൾ പെണ്ണുങ്ങളോട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളൊപ്പം നിൽക്കും. നമ്മൾ പറയണില്ലേ? സ്നേഹം വചനത്തിലൂടെ മാത്രമേ മനസ്സിലാവുള്ളൂ. നമ്മൾ ചെറിയ കുട്ടിനോട് മോനെ എനിക്ക് ഉമ്മാനെ ഉപ്പാനെ നല്ല ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഉമ്മാനെ എന്നാ പറയാം. എന്താ കാരണം? ഉമ്മ കുട്ടിയെ സ്നേഹത്തിൻ്റെ വാക്കുകൾ പറയുന്നു എന്നതാണ് അതിൻ്റെ കാരണം. വാപ്പപ്പം മകനെ വിളിക്കുകയാണെങ്കിൽ കുഞ്ഞാമ്മതേന്ന് വിളിക്കും, ഏറിയ വാപ്പുട്ടിയെന്നും വിളിക്കും, കഴിഞ്ഞു പരിപാടി. അതിലപ്പുറം ഒരു പേരില്ല. ഇമ്മാക്ക് അങ്ങനെയല്ല, കുട്ടിനെ വിളിക്കാൻ 100,000 പേരുകളാണ്. വിളിയാണ് തുടങ്ങിയാൽ പിന്നെ നിൽക്കൂല, ആയാതി പേരുകളുണ്ടാവും. സ്നേഹത്തിൻ്റെ ധാരാളം വചനങ്ങൾ ഉമ്മ പറയുന്നു. അതുകൊണ്ടാണ് മോനെ എനിക്ക് ഉമ്മാനെ വാപ്പാനെ നല്ല ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഉമ്മാനെ എന്ന് പറയുന്നതിൻ്റെ കാരണം. ആ വാണ്ടെങ്കിൽ ഒന്ന് ഇന്ന് സാലിം വൈസി പറഞ്ഞതിൻ്റെ പേരിലെങ്കിലും ഇന്ന് രാത്രി കിടക്കുന്ന സമയത്ത് ഒന്ന് പെണ്ണുങ്ങളെ ചെവിൻ്റെ അവിടെ ചുണ്ടിങ്ങനെ വെച്ചിട്ട് എനിക്ക് എന്നോട് ഇഷ്ടമാണെന്നൊന്ന് പറയാൻ തയ്യാറുണ്ടെങ്കിൽ 6 മാസം അതിൻ്റെ ഒരു ഊർജം കിട്ടും. 6 മാസം കഴിയുമ്പോൾ ഒന്നുകൂടിയും പറഞ്ഞാൽ മതി. അങ്ങനെ 6 മാസം കൂടുമ്പോൾ ഓരോ പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരുന്നാലും മവദ്ദത്ത് ഉണ്ടാവുക. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. അതിന് ഗുളി ഈ റമദാൻ മാസത്തിലും പെണ്ണുങ്ങളോട് ചൂടായിട്ടുണ്ട്. പിന്നെന്ത് റഹ്മത്താ? റഹ്മത്ത് നമ്മളെ ജീവിതത്തിൽ വേണ്ടേ? എന്നാലല്ലേ ഉള്ളൂ. നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവില്ല.
അടുക്കളയിൽ ഒരു സ്പൂണ് വീണാൽ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. ട്രെയിനിലിരുന്ന് ഉറങ്ങാൻ നമുക്കൊരു കുഴപ്പമില്ല. ഇരുമ്പും കൂട്ടിമുട്ടാണ് അവിടെ, ഒരു കുഴപ്പമില്ല. അടുക്കളയിൽ ഒരു സ്പൂണ് വീഴാൻ പാടില്ല. എന്നോട് അന്നാൾ തന്നെ പറഞ്ഞില്ലേ എന്നാണ്. ഇന്നാൾ പറയണതിന് കുഴപ്പമില്ല, കുഴപ്പമൊന്നുമില്ല. ഒരു വിഷയം സംഭവിക്കുന്നതിന് മുമ്പ് പറയുന്നതിന് ഒരു പ്രശ്നമില്ല. സംഭവിച്ചാൽ ഏറ്റെടുക്കാൻ തയ്യാറാവുക എന്നതാണ് ക്വാളിറ്റി. മനുഷ്യന്റെ ഗുണമേന്മ എന്ന് പറയുന്നത് ഒരു സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് പറയാം, ഇങ്ങനെയൊക്കെ വരും, അപ്പം എന്നെ മാതിരിയൊക്കെ ചെയ്യണം. ഉപ്പ് കൂടിയാൽ എടി ആ ഫ്രിഡ്ജിൽ ചെറുനാരങ്ങ ഉണ്ടോ ഒന്നിനെടുത്താൽ ഇത് ഈ പയഞ്ഞാൽ പിന്നെ ശരിയാവും എന്നാണ് അപ്പം പറയണ്ടേ. അല്ലാതെ എന്നോട് കഴിഞ്ഞ പെരുന്നാൾക്ക് ചെമ്മീൻ വെച്ചപ്പോൾ ഇതേമാതിരി തന്നെയെന്ന് പറയലല്ല പിന്നത്തെ പരിപാടി. പ്രതിസന്ധികളിൽ ഏറ്റെടുക്കാൻ തയ്യാറാവുക എന്നുള്ളത് ാണ്. അഭിനയത്തിലൂടെ പരിചരണത്തിലൂടെ മനസ്സിലാകുന്നതാണ് വാത്സല്യം. ഒരാളങ്ങനെ തൊട്ടാൽ ഇപ്പോൾ സ്നേഹിക്കുന്ന ഒരാളങ്ങനെ തൊട്ടാൽ, നമുക്കൊരാളുടെ സ്നേഹമാണ്, ഒന്നെ മുതോമ്പുറത്തോ ഒന്നാണ് കൊടുത്താൽ ഒന്നൊന്ന് ഇതേ കൂടെ ഒന്ന് ഇങ്ങനെ തലോടി എന്ന് പറയും. ഇഷ്ടമില്ലാത്ത ഒരാളെ പോയിട്ടൊന്ന് പുറത്തു കൂടി ഇങ്ങനെ തോണ്ടിയാൽ മതി, അല്ലോ എൻ്റെ പുറത്തു കൂടി ആണ്ട് പേഞ്ചീറ്റ് എന്ന് പറയും. അപ്പോൾ സംഗതി രണ്ടും ഒന്ന് തന്നെ. ഈ കാര്യം സംഗതി രണ്ടും ഒന്നാണ്. ഈ റഹ്മത്ത് വാത്സല്യം എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റിലൂടെ മനസ്സിലാകുന്നതാണ്, ഖിദ്മത്തിലൂടെ സേവനങ്ങളിലൂടെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷണമാണ്. ഭക്ഷണത്തിലൂടെയാണ് റഹ്മത്ത് ഭർത്താവിന് ഫീൽ ചെയ്യണത്. അത് ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കൊടുന്നെടുത്തിട്ട് ഒരു കാര്യമില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നല്ല മത്തി കിട്ടിയാൽ അല്ലെങ്കിൽ അയില കിട്ടിയാൽ മുളകിട്ട് കറി വെക്കാൻ കഴിയാതെ ഡോക്ടറും എൻജിനീയറും ജില്ലാ കലക്ടറുമായിട്ടൊരു കാര്യമില്ല. ഡോക്ടർ ആയിക്കോട്ടെ, എൻജിനീയർ ആയിക്കോട്ടെ, കലക്ടർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, മീൻ കിട്ടിയാൽ നന്നായിട്ട് കറി വെച്ചിട്ട് കുട്ടികൾക്കും ഭർത്താവിനും കൊടുത്ത് ഒപ്പം ഇരുന്ന് തിന്നാൻ പറ്റുമോ, കുടുംബജീവിതത്തിൽ റഹ്മത്തുണ്ട് എന്ന് മനസ്സിലാവും. റഹ്മത്തിൻ്റെ പ്രകടനം ഭക്ഷണത്തിലാണ്, മവദ്ദത്തിൻ്റെ പ്രകടനം സംസാരത്തിലാണ്. ഭർത്താവിൽ നിന്ന് മവദ്ദത്ത് അങ്ങോട്ടുണ്ടെങ്കിൽ ഭാര്യയിൽ നിന്ന് റഹ്മത്ത് ഇങ്ങോട്ടുണ്ടാവും. തിരിച്ചും ഭാര്യയിൽ നിന്ന് റഹ്മത്ത് ഇങ്ങോട്ടുണ്ടെങ്കിൽ ഭർത്താവിൽ നിന്ന് മവദ്ദത്ത് അങ്ങോട്ടുണ്ടാവും. കുട്ടികൾക്കൊക്കെ, പെണ്ണുങ്ങൾക്കൊക്കെ ഇപ്പോൾ പരാതിയാണ്, കുട്ടികളൊന്നും ഭക്ഷണം കഴിക്കണില്ല, ഒറ്റൊന്നിനും ഭക്ഷണം വേണ്ട. അപ്പോൾ ഒറ്റൊന്നിനും ഭക്ഷണം എന്തേ കാരണം? ഭക്ഷണം കഴിക്കാതിരിക്കാൻ കാരണം അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്നില്ല എന്നതാണ്. ഭക്ഷണത്തിൻ്റെ രുചി മനസ്സിലാണ് കിടക്കണേ. മുളകും പൊടി എല്ലാവർക്കും ഒരേ മുളകും പൊടി തന്നെയാണ്, മഞ്ഞൾ പൊടി എല്ലാവർക്കും ഒരു മഞ്ഞൾ പൊടി തന്നെയാണ്. പിന്നെ ചിലവരുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കൈപുണ്യം എന്ന് നമ്മൾ പറയും, കയ്യിനല്ല പുണ്യം, മനസ്സിനാണ് പുണ്യം. മനസ്സാണ് ഭക്ഷണത്തിൻ്റെ പുണ്യം എന്ന് പറയുന്നത്. പടച്ചോനെ ഉള്ളിങ്ങനെ കോയിന് കറി ഇങ്ങനെ വെക്കുന്നുണ്ട്, ഉള്ളിങ്ങനെ നുറുക്കിയിടുമ്പോൾ പടച്ചോനെ എൻ്റെ ഭർത്താവ് വരാണ്ടല്ല റബ്ബേ, ഇത് രുചിയുള്ളതാക്കണേ എന്ന് മനസ്സിൽ വിചാരിച്ചാൽ ആ മനസ്സ് ഈ ഭക്ഷണത്തിലുണ്ടാവും. അതാണ് ഭക്ഷണത്തിൻ്റെ രുചി. കുട്ടികൾ ഭക്ഷണം കഴിക്കാതിരിക്കാൻ കാരണം എന്തേ? മക്ക് മൊബൈലുമ്പോൾ കളിച്ചാലാണ് പണി. ഇനിയിപ്പോൾ ആ കുട്ടികൾ ഇപ്പോൾ സ്കൂളിൽ വരും, അപ്പോൾ ഇതിന് ഇത് എന്തെങ്കിലും ഒന്ന് ആക്കി തീർക്കണ്ടേ എന്നാണ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ആക്കുകയാണ് അതിൻ്റെ രുചി ഉണ്ടാവുള്ള സാധനം. എന്തെങ്കിലും ഒന്ന് ആക്കി തീർത്താൽ അതിൻ്റെ രുചി ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ഇഷാബാങ്ക് കൊടുത്ത് ഉപ്പ വരും, ആ പണ്ടാർക്കാലം അപ്പോൾ അതിന് ഇതൊന്ന് കൊടുക്കാൻ എന്തെങ്കിലും ഒന്ന് ആക്കണ്ടേ എന്നാണ്. അതെന്തേലും ഒന്നും ആവുന്നല്ലാതെ കഴിക്കാൻ രുചിയുള്ള സാധനം ആവില്ല. റഹ്മത്തിൻ്റെ പ്രകടനം ഭക്ഷണത്തിലാണ്. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, ഞാൻ എൻ്റെ വണ്ടിയിലാണ് വന്നിരിക്കണേ, ഡ്രൈവറും ഉണ്ടോ ഒപ്പം. പറയാനുള്ളത് പറയാന്നാണ്. മവദ്ദത്തിൻ്റെ പ്രകടനം സംസാരത്തിലാണ്.
സൗദിയിൽ അത്യാവശ്യം പൈസ വെക്കാനും തുടങ്ങിയാൽ ഉമ്മയും കുട്ടികളും കൂടി ഒന്നാവും. എന്നിട്ട് വാപ്പാൻ ഒരൊറ്റ ചവിട്ടാണ്. മൂപ്പർക്ക് ആകെ പിന്നെ 2 പരിപാടിയേ ഉള്ളൂ. ഒന്ന് വൈകുന്നേരം അങ്ങാടി പോയിട്ട് രാവിലെ അങ്ങാടി പോയി മീൻ കൊണ്ടുവരിക. 2 വൈകുന്നേരം ടോർച്ച് കൊടുത്ത് കണ്ട് പള്ളിയൊക്കെ പോയിട്ട് മുത്താലിമിങ്ങളെ സ്വീപ്പാക്കുക. വേറൊരു പരിപാടിയില്ല. വാപ്പാക്ക് ആകെ 2 പണി. പെരയത്തെ മുഴുവൻ കാര്യം ഉമ്മാൻ്റെയും കുട്ടികളുടെയും നിയന്ത്രണത്തിൽ. ഇതൊക്കെ ഞാനും മലപ്പുറം ജില്ലക്കാരൻ തന്നെയാണ്. നമ്മളെ നാട്ടിൽ നടക്കുന്ന കാര്യം. ഞാനും അവിടെ പേരാമ്പ്രത്ത് വർത്താനം ഇവിടെ പറയല്ല. നമ്മളെ ഉമ്മ മരിക്കോളല്ല, കുട്ടി മരിക്കുന്നത് വരെ വാപ്പ വാപ്പയായിരിക്കണം, ഉമ്മ ഉമ്മയായിരിക്കണം. എൻ്റെ വാപ്പ വലിയൊരു സംഭവമാണത്. എൻ്റെ ഉമ്മ വലിയൊരു സംഗതിയാണ്. അത് വാപ്പ മരിച്ചാലും വാപ്പ വാപ്പന്നെ ആവണം, ഉമ്മ മരിച്ചാലും ഉമ്മ ഉമ്മന്നെ ആവണം. അവിടെയാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് അവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നും. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരുമിച്ചിരുന്നിട്ട് ഇങ്ങനെ വർത്താനം പറയും, ഒന്നിച്ചിങ്ങനെ ചായയും കഞ്ഞൊക്കെ കുടിക്കുകയോ ചെയ്താൽ ഇപ്പോൾ പേരക്കുട്ടികൾക്ക് എന്താ തോന്നുക? ഏത് പേരക്കുട്ടിക്ക് അവിടെ അറിയാത്തത് വല്ലിപ്പ വല്യമ്മാനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതാണ്? എല്ലാ പേരക്കുട്ടിക്കും അറിയും വല്ലിപ്പ പണ്ട് പുതിയാപ്പിളയായിരുന്നു, വല്യമ്മ പണ്ട് മണവാട്ടിയായിരുന്നു, ഇപ്പോൾ വയസ്സായപ്പോൾ എല്ലും തോലും ആയതാണ്. എല്ലാ പേരക്കുട്ടിക്കും അറിയാം. പിന്നെ ഇപ്പോൾ ഏത് പേരക്കുട്ടിനെ നമുക്ക് ബോധ്യപ്പെടുത്താനുള്ളത്? മരിച്ചോളം ഒരു കട്ടിലുമ കിടക്കണം, മരിച്ചോളം ഒരു വിരിപ്പ് ഇരിക്കണം, മരിച്ചോളം ഒരു പുതപ്പിൽ പുതക്കണം, മരിച്ചോളം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. പറ്റോ? ഇത് നാളെ സ്വർഗത്തിൽ ഇതിൻ്റെ ബാക്കിയുണ്ട്. ഇത് ഇവിടുന്ന് അവസാനിക്കാനുള്ള ഒന്നല്ല, ഇത് സ്വർഗത്തിൽ ഇതിൻ്റെ ബാക്കിയുണ്ട്. അതേ ഭർത്താവാണ് അവിടെ. സൂറത്തു യാസീനിലുണ്ട്, സൂറത്തു യാസീനിലുണ്ട്. ഇവിടുത്തെ അതേ ഭാര്യയാണ് അവിടെ, ഇവിടുത്തെ അതേ ഭർത്താവ് തന്നെയാണ് അവിടെ. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. ഹും അവർ, വഅസ്വാജുഹും അവരുടെ ഭാര്യമാരും അല്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരും. ഏത് ഭാര്യ?
എല്ലാവരും മരിക്കും. മരണത്തിന് വേദന ഉണ്ടാവും. മരണത്തിൻ്റെ വേദന ആ വേദനയിൽ പ്രവേശിച്ചതിന് ശേഷം മാത്രമാണ് അറിയുക. പിന്നെ അനുഭവിച്ച് തീർക്കുക എന്നല്ലാതെ എനിക്ക് വേദനയാകുന്നുണ്ട് എന്ന് പറയാനുള്ള അവസരം പോലും ഉണ്ടായിരിക്കില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പായയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ മരണത്തിൻ്റെ വേദനയുണ്ടെന്ന് സാഹചര്യങ്ങളെ കൊണ്ട് എനിക്ക് മനസ്സിലായിരുന്നു എന്ന് സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. എല്ലാവരും മരിക്കും, ഖബറിലെത്തും, എല്ലാവർക്കും ഹിസാബ് ഉണ്ടാവും, എല്ലാവർക്കും നന്മൻ്റെ ഏട് കിട്ടും, എല്ലാവർക്കും തിന്മൻ്റെ ഏട് കിട്ടും. നന്മ മുൻതൂക്കമായവർക്ക് അവരുടെ ഏട് മുൻവശത്തു കൂടെ വലത്തെ കയ്യിലാണ് കൊടുക്കും. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ. ഒരു ചെറിയ വിചാരണ ഉണ്ടാവും. ഒന്നിങ്ങനെ പേജൊക്കെ മറിച്ചിട്ട് ജല്ലേ എന്നാ പൊയ്ക്കോ, ചെറിയൊരു വിചാരണ. നന്മ മുൻതൂക്കമായ ആളോ അവൻ്റെ ഏട് കിട്ടിയാൽ ആ ഏട് ഇങ്ങനെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നതാണ്. ഇങ്ങോട്ട് നോക്കട്ടെ എൻ്റെ ഏട്, എല്ലാവർക്കും ഇങ്ങനെ കാണിച്ചു കൊടുക്കും. തിന്മ മുൻതൂക്കമായ ആളോ അമ്മാമൻ ഊതിയ കിതാബഹു വറഅ ദഹ്രിഹി ഫസൗഫ യദൂ സുബൂറൻ വയസ്ലാ സഈറ ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറാ. തിന്മ മുൻതൂക്കമായ ആൾക്കാർക്ക് പിൻവശത്തൂടെ ഇടത് കൈയിൽ ഏട് കിട്ടിയാലേ ഓൻ്റെ ഏട് ആർക്കും കാണിച്ചു കൊടുക്കാതെ കക്ഷത്തിൽ വെച്ചു. മാലി ഹാദിൽ കിതാബി ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ. മാലി ഹാദിൽ കിതാബി ഏടിനെന്ത് പറ്റി? ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ. വലുതും ചെറുതുമായ ഒരു കാര്യവും രേഖപ്പെടുത്താതെ വിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ആർക്കും കാണിച്ചു കൊടുക്കാതെ ഓൻ്റെ ഏട് കക്ഷത്തിൽ വെക്കും. അന്നാണ് വായകൾക്ക് സീല് വെക്കുന്നതും കൈകൾ സംസാരിക്കുന്നതും കാല് സാക്ഷി നിൽക്കുന്നതും. ഇറയോൻ വിചാരണ കണയും ഇരു കൈകൾ ചേതീ മൊഴിയും കാലന്ന് സാക്ഷി പറയും കേട്ട് വിതുമ്പിക്കാരെയും റബ്ബേ ചതിച്ചല്ലോ എന്നെ ഹുബ്ബേ പൊറുക്കുമോ ഇന്നേ തേങ്ങിക്കരഞ്ഞന്ന് വിള്ളും തേട്ടം പടച്ചോനും തള്ളും. എല്ലാവരും നെട്ടോട്ടോടും. ഓൻ്റെ ഏട് ആർക്കും കാണിച്ചു കൊടുക്കാതെ വെക്കുമ്പോൾ അള്ളാഹു കൈകളെ കൊണ്ട് സംസാരിപ്പിക്കുകയും കാല് സാക്ഷി നിൽക്കുകയും ചെയ്യും. ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറ. അവനെ പരിഹസിച്ചതാണത്. ഓനും അവൻ്റെ ബന്ധുക്കളോടൊപ്പം സന്തോഷത്തിലായിരുന്നില്ലേ? സ്വർഗാവകാശിയുടെ ബന്ധു സ്വർഗാവകാശിയാണ്, നരകാവകാശിയുടെ ബന്ധു നരകാവകാശിയാണ്. സ്വർഗത്തിൽ ഒറ്റക്ക് പോക്കില്ല, സ്വർഗത്തിൽ കൂട്ടായിട്ടാണ് പോണത്. വൽഫജിറിൻ്റെ അവസാനമുണ്ട്, വദ്ഖുലീ ഫീ ഇബാദി വദ്ഖുലീ ജന്നതി. സ്വർഗത്തിലേക്ക് കൂട്ടമായിട്ടാണ്. സ്വർഗത്തേക്ക് പോണ കൂട്ടത്തിൽ കൂടാൻ പറ്റുമോ? സ്വർഗത്തിൽ പോവാം. നരകത്ത് പോണ കൂട്ടത്തിൽ പെട്ടാലോ നരകത്തിലായിരിക്കും. അതുകൊണ്ട് മക്കള്, ഭാര്യ ഒക്കെ സ്വർഗാവകാശികളായിരിക്കണം. എന്നാലേ ഞമ്മക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ നഷ്ടപ്പെടും. എന്നാലേ ഞമ്മക്കത് ബാക്കി കിട്ടുള്ളൂ, അല്ലെങ്കിൽ നഷ്ടപ്പെടും. മുഅ്മിനീങ്ങളെ, ഒരു ചോദ്യം ഞങ്ങളോട് ചോദിക്കാം. എൻ്റെ കുട്ടി മുത്തഖിയാവണം എന്നാഗ്രഹിക്കുന്ന എത്ര പേര് നമ്മളെ കൂട്ടത്തിലുണ്ടാവും? എൻ്റെ കുട്ടി എൻജിനീയർ ആവണമെന്ന് നമ്മൾ ആഗ്രഹിക്കും, ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിക്കും, വക്കീലാവണമെന്ന് ആഗ്രഹിക്കും, കലക്ടർ ആവണമെന്ന് ആഗ്രഹിക്കും, ഓന് നല്ല ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കും. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഇബ്രാഹിം നബി ആഗ്രഹിച്ചു എൻ്റെ കുട്ടി മുത്തഖിയാവണമെന്ന്. നമ്മുടെ കൂട്ടത്തിൽ എൻ്റെ മകൻ, എൻ്റെ മകൾ മുത്തഖിയാവണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? കല്യാണത്തെക്കുറിച്ച് സൂറത്തുർ റൂമിൽ പറഞ്ഞ ആയത്തിൽ 2 തവണ തഖ്വയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. 2 തവണ മുത്തഖീങ്ങളെ കുറിച്ച് പരാമർശമുണ്ട്. നിക്കാഹിന്റെ സദസ്സിൽ നമ്മൾ ചെന്നാല്
ഇമാം ഓതുന്ന ഖുത്ബയിൽ പറയുന്ന ഹദീസിൽ തഖ്വയെ കുറിച്ചുള്ള പരാമർശമുണ്ട്. മൻ തസവജ ബിംറഅത്തിൻ ഫഖദ അഹറസ സുലുസൈ ദീനിഹി ഫൽയത്തഖില്ലാഹ ബിസുലുസിൽ ബാഖി. മനുഷ്യൻ കേട്ട് 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 ആവർത്തന വിരസത നഷ്ടപ്പെട്ട, ആവർത്തന വിരസത ഇല്ലാതെയായ വിഷയമാണ് യാ അയ്യുഹന്നാസ് ഊസിക്കും ഇബാദല്ലാഹി വ ഇയ്യായ ബിതഖ്വല്ലാഹ്. നമ്മളിൽ എത്ര പേര് എൻ്റെ ഭാര്യ മുത്തഖിയാവണം, എൻ്റെ ഭർത്താവ് മുത്തഖിയാവണം, എൻ്റെ മക്കൾ മുത്തഖിയാവണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഹബിലന, ഞങ്ങൾക്ക് നീ നൽകണമേ, മിൻ അസ്വാജിന, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന്, വദുരിയാത്തിന, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും, ഖുറത ഐനിൻ, കണ്ണിന് നനവ് നൽകണേ റബ്ബേ. ഇബ്രാഹിം നബി തോരുന്നു. എന്താണ് ഭാര്യയിൽ നിന്നുള്ള കണ്ണിന്റെ നനവ്? എന്താണ് ഭർത്താവിൽ നിന്നുള്ള കണ്ണിന്റെ നനവ്? എന്താ മക്കളിൽ നിന്നുള്ള കണ്ണിന്റെ നനവ്? റഈസുൽ മുഫസ്സിരീൻ സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കണ്ണിന്റെ നനവ് എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഇങ്ങനെ വൈകുന്നേരം അങ്ങാടി പോയിട്ട് മടങ്ങി ഇങ്ങനെ വരികയാണ് പെരേക്ക്. അപ്പൊ ഭാര്യ ഇങ്ങനെ നിസ്കരിക്കണത് കണ്ടു. അതാണ് കണ്ടേക്കിന് കണ്ണിന്ന് കണ്ണീരിന് വന്നു. അതാണ് ഭാര്യയിൽ നിന്നുള്ള കണ്ണിന്റെ നനവ്. ഭാര്യ രാത്രി ഇങ്ങനെ ഉണർന്നു നോക്കുമ്പോ ഭർത്താവ് ഇങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കുന്നത് കണ്ടു. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തത്. മുഅ്മിനീങ്ങളെ, ഒരു ഭർത്താവിൻ്റെ, ഒരു ഭാര്യയുടെ ഒരു വക്ത് നിസ്കാരം നഷ്ടപ്പെട്ടാലേ നാളെ മഹ്ശറിൽ കാണാതിരിക്കേണ്ടി വരുന്നത് 50,000 വർഷമാണ്. 5 കൊല്ലം കാണാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഫാമിലീസ് എടുത്ത് കൊണ്ടുപോകുന്നത്. ഒരു വക്ത് നിസ്കാരത്തിൻ്റെ മേൽ കാണാതിരിക്കേണ്ടത് 50,000 വർഷമാണ്. അതിലാ നമുക്ക് സങ്കടം വേണ്ടത്. അതിലാ സങ്കടം വേണ്ടത്. ഈ പഠിച്ചോനെ ഇത് സ്വർഗത്തിൽ കണ്ട് എത്തൂലേ എന്നുള്ളതിലാ ബേജാറ് വേണ്ടത്. അണ്ട് എത്തിയ കഴിച്ചില്ലേ, ഇത് അങ്ങോട്ട് എത്താനുള്ളതാണ്, ഇത് സ്വർഗത്തിലേക്ക് എത്താനുള്ളതാണ് എന്ന് ആദ്യം നമുക്ക് തോന്നണം. എന്നാലുള്ളൂ നടക്കുക. ഇതാണ് സ്വർഗത്തിലേക്ക് എത്താനുള്ളതാണ്. ഇത് സ്വർഗത്തിൽ നിന്ന് ആദം വല്ലിപ്പോ തുടങ്ങിയതാണ്. ഇനി സ്വർഗത്തിൽ ഇനി കല്യാണുണ്ട്. ത്വാഹ തങ്ങളെ തൃക്കല്യാണത്തിന് തോരണങ്ങളെ തൂക്കുമ്പോൾ തന്നിന്നാം പാടി താളത്തിലാടും മേളത്തിൽ എങ്കളെ ചേർക്കല്ലാ. നാളെ സ്വർഗത്തിലെ കല്യാണം, ത്വാഹ തങ്ങളെ തൃക്കല്യാണം. എല്ലാ കല്യാണങ്ങളും സ്വർഗത്തിൽ ഇനി ഒന്നുകൂടി ആവർത്തിക്കും. പ്രസിദ്ധമായ ചില കല്യാണങ്ങളുണ്ട്. സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാമും സുലൈഖാ ബീവി റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള കല്യാണം. ഇന്റെ പെണ്ണുങ്ങളായത് അവിചാരിതമായി അല്ല, അള്ളാഹു നേരത്തെ പ്ലാൻ ചെയ്തതാണ്. എല്ലാ വിവാഹത്തിൻ്റെയും പിന്നിൽ ഒരു ചരിത്രമുണ്ട്. നമ്മൾ ആ ചരിത്രം അറിയാതെ പോവുകയാണ്. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ജ്യേഷ്ഠന്മാര് കിണറ്റ് കൊണ്ടുപോയിടുമ്പോൾ ഇത് സുലൈഖാന്റെ ഭർത്താവാകാനുള്ള പോക്കാണ്, പുതിയാപ്പിള പോവുക എന്ന് അറിയില്ലായിരുന്നു. ഇത് പുതിയാപ്പിള പോവുകയാണെന്ന് അറിയില്ലായിരുന്നു. നമ്മളാരും പാറമ പൊട്ടി മുളച്ചോന്നല്ല. ഒരു ഭാര്യ ഭാര്യയാകുന്നതിന് പിന്നിലും ഒരു ഭർത്താവ് ഭർത്താവുന്നതിന് പിന്നിലും ദീർഘമായ ഒരു ചരിത്രമുണ്ട്. അത് സ്വർഗത്തിൽ നിന്ന് തുടങ്ങി സ്വർഗത്തിൽ അവസാനിക്കുന്ന ചരിത്രമാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കഥ പറയുമ്പോൾ അള്ളാഹു തആല തുടങ്ങണ തന്നെ നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, നബിയെ നിങ്ങൾക്ക് ഞാൻ ഒരു ചൊറുക്കുള്ള കഥ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഞാനൊരു ഭംഗിയുള്ള കഥ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തുടങ്ങുന്നത്. ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരുപാട് കല്യാണങ്ങളുണ്ട്, ഒരുപാട് വിവാഹങ്ങളുണ്ട്. എല്ലാം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നേരത്തെ പ്ലാൻ ചെയ്ത് കൊണ്ടുവരികയാണ്. അതിനെ ഏറ്റെടുത്ത് സ്വർഗത്തിൽ അവസാനിക്കുന്ന തരത്തിൽ കൊണ്ടുപോവാൻ നമുക്ക് കഴിയണം.
സ്വർഗത്തിലെല്ലാവരും ഭാര്യയും ഭർത്താവുക, എല്ലാവരും മരത്തിൻ്റെ ചോട്ടിലിങ്ങനെ ഇരിക്കുക, കരം കട്ടിലുമേ. ഇവിടുത്തെ ഭംഗിയും സ്വർഗത്തിലെ ഭംഗിയും വ്യത്യാസമുണ്ട്. അത് പറയുമ്പോൾ പടച്ചോനെ സ്വർഗത്തിൽ ഞോളെ ഞാൻ സഹിക്കേണ്ടി വരുമോയെന്ന് കരുതണ്ട. എല്ലാം അള്ളാഹു തആല നേരാക്കി തരും, എല്ലാം ക്ലിയർ ആക്കി തരും. ഞങ്ങൾ ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എല്ലാം അള്ളാഹു തആല ക്ലിയർ ആക്കും. എല്ലാവർക്കും 33 വയസ്സാണ്. ഇന്നലെ 33, ഇന്ന് 33, നാളെ 33, എന്നും 33. ഭംഗിയില്ലാത്ത ആരുമില്ല. 300 മനുഷ്യന്മാരെ വെളുപ്പിച്ചപ്പോൾ 301ാമത്തെ ആളെ കറുപ്പിച്ചത് അള്ളാഹു തആലാന്റെ അടുത്ത് കുമ്മായം തികയായിട്ടൊന്നല്ല, വേണ്ടെന്ന് വെച്ചതാണ്. ഓഫറോടുകൂടെ തിരിച്ചു തരും. എല്ലാ കാര്യങ്ങൾക്കും ഓഫറുണ്ട്, ഓഫറില്ലാത്തൊരു കാര്യമില്ല. ഓഫറോടുകൂടെ അള്ളാഹു തആല തിരിച്ചു തരും. സ്വർഗത്തിൽ ആരും കറുത്തവരില്ല, എല്ലാവരും വെളുത്തവരാണ്. 60 വയസ്സ് വരെ ഒരാൾ ജീവിക്കണം എന്നൊക്കെ. ആരോഗ്യമുള്ള ഒരാൾ ഒരു ദിവസത്തിൽ 8 മണിക്കൂർ ഉറങ്ങണം എന്നാണ് സയൻസ് പറയണത്. സയൻസ് പറയണതാണ്, ഞാൻ പറഞ്ഞതല്ല കേട്ടോ. സാലിം ബേസി 8 മണിക്കൂർ ഉറങ്ങണം എന്ന് പറഞ്ഞാൽ കൂർക്കം വലിച്ചാൽ നിൽക്കണ്ട. സയൻസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 8 മണിക്കൂർ ഒരു ദിവസം ഉറങ്ങിയാൽ 8 8 16 8 24 ഒരു ദിവസത്തിൻ്റെ 1/3. 8 16 24 ഒരു ദിവസത്തിൻ്റെ 1/3. അങ്ങനെയാണെങ്കിൽ 60 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാൾ 20 വർഷം ഉറങ്ങിയിരിക്കും. ബാക്കി 40 അല്ല, ബാക്കി 40 അല്ല. 15 കൊല്ലം കുട്ടിക്കാലാണ്. ഇത് 5 ആദ്യത്തെ കൂട്ടിയിട്ടുണ്ട്, ബാക്കി 10 ഉണ്ടാവും. കൂടി ചേർത്താൽ 30 കൊല്ലം. 30 കൊല്ലം കഴിഞ്ഞു, ബാക്കി 30 കൊല്ലം. ഇതാണ് ഇപ്പോൾ ജീവിതം. ബാക്കിയുള്ള 30 കൊല്ലമാണ് ജീവിതം എന്ന് പറഞ്ഞത്. അതെങ്ങനെ ജീവിക്കുന്നു എന്നതിനനുസരിച്ചാണ് നാളത്തെ അവിടുത്തെ കലാപരിപാടികൾ. ഒന്നും ആർക്കും അള്ളാഹു തആല നഷ്ടപ്പെടുത്തൂല, എല്ലാം അള്ളാഹു തആല തരും. വാങ്ങാൻ നമ്മളെ കൊണ്ട് പറ്റണമെന്നേ ഉള്ളൂ. നമ്മളെ കൊണ്ട് വാങ്ങാൻ പറ്റുമോ, അള്ളാഹു എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കി തരും. സ്വർഗത്തിലില്ല, കറുത്തവരാരും സ്വർഗത്തിലില്ല, എല്ലാവരും വെളുത്തവരാണ്. എല്ലാവരും ആസ്വദിക്കുന്ന കൂടി വരുന്ന ഭംഗിയാണ് അള്ളാഹു സ്വർഗത്തിൽ കൊടുക്കുക. ആസ്വദിക്കുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുന്ന ഭംഗി. ദുന്യാവിൽ എല്ലാവർക്കും ഉള്ളത് ആസ്വദിക്കുന്നതിനനുസരിച്ച് കുറയണ ഭംഗിയാണ്. 18 വയസ്സിലൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുന്നു. 19 അത്ര തന്നെ ചൊറുക്കുണ്ടാവില്ല, 20 അത്ര തന്നെ ചൊറുക്കുണ്ടാവില്ല, 40 ആയാലും ഉണ്ടാവില്ല, 55 തീരെ ഉണ്ടാവില്ല, 60 പിന്നെ പറയണ്ട. അതെല്ലാം ഇപ്പോൾ ഒരുമിച്ച് കിടക്കാത്തേ. 60 പറയണ്ട, കുറഞ്ഞു 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 വരും. സ്വർഗത്തിലെ ഭംഗി കൂടി 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 വരും. അങ്ങനെയാണ് സ്വർഗത്തിൽ. ഇവിടെ ദുന്യാവിൽ എല്ലാവർക്കും ഉള്ളത് കുറഞ്ഞു വരുന്ന ഭംഗിയാണ്. കുറഞ്ഞു വരുന്ന ഭംഗിക്ക് ഹസനത്ത് എന്നാണ് പറയാ, കൂടി വരുന്ന ഭംഗിക്ക് ജമാലിയത്ത് എന്നാണ് പറയാം. സ്വർഗത്തിൽ എല്ലാവർക്കും ജമാലിയത്താണ്, കൂടി 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 ഒന്നും. ഇന്നലെ കണ്ട ആൾ ഇന്നുകൂടി കാണുമ്പോൾ ഭംഗി കൂടിയിട്ടുണ്ടാവും. പിന്നെ വെള്ളിയാഴ്ച ഒരു ചന്ത ഉണ്ട്, ആ ചന്തക്ക് പോകും ആണുങ്ങളെല്ലാവരും. പോയിട്ട് ഒന്നും വിൽക്കാനൊന്നും വാങ്ങാനൊന്നും ഉണ്ടാവില്ല, ആയിക്കൂടെ ഇങ്ങനെ നടക്കും. ഒരാളെ കണ്ടു, നമ്മൾ കോളേജിൽ പഠിച്ചിരുന്നു കണ്ടിരുന്ന സത്താറല്ലപ്പാ പോണത്. ഓൻ ഇന്നേക്കാൾ ചൊറുക്കുണ്ടല്ലോ എന്ന് തോന്നിയാൽ മതി, അപ്പോൾ അതിന് തോന്നിയവൻ അള്ളാഹു തആല ചൊറുക്ക് കൂട്ടി കൊടുക്കും. അങ്ങനെ കൂടിക്കൂടി വരുന്ന ഭംഗിയാണ് യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ എല്ലാവർക്കും ഉള്ളത്. ഭാര്യക്കും അതന്നെയുള്ളത്, ഭർത്താവിനും അതന്നെയുള്ളത്. ഓരോ ദിവസത്തെയും അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. എന്നും ആദ്യ രാത്രിയാണ്, എന്നും മണിയറയത്തെ കട്ടിലും വേണം. ദുന്യാവിലെ ഏത് മണിയറയിലാണെങ്കിലും നേരം വെളുക്കുമ്പോൾ അതിന് മുല്ലപ്പൂ വാടും. എന്നാൽ സ്വർഗത്തിലെ മുല്ലപ്പൂ വാടൂല. ഓരോ നിമിഷവും റീ അറേഞ്ച് ചെയ്യുന്നതാണ് അവിടുത്തെ മണിയറ. എന്നും ആദ്യ രാത്രിയാണ്, എന്നും മണിയറയിലാണ്. ദുന്യാവിൽ എന്താ ഭംഗി കുറണേൻ്റെ കാരണം? ദുന്യാവിൽ ഭംഗി കുറണേനൊരു കാരണമുണ്ട്. കണ്ണ് അതന്നെയാണ്, മൂക്ക് അതന്നെയാണ്, ചെവി അതന്നെയാണ്, ചൊറുക്ക് മാത്രം പോയി. എന്തേ പോയത്? ഭംഗി കുറണേന് ശരീരത്തിൽ നിന്ന് കുറേ സാധനങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. അതാണ് ഭംഗി കുറണേൻ്റെ കാരണം. വായയിലെ ഉമിനീര്, ശരീരത്തിൻ്റെ വിയർപ്പ്, മലം, മൂത്രം, ഇതൊക്കെ ശരീരത്തിൽ നിന്ന് പോകുന്നത് ഭംഗി കുറയുന്നതിൻ്റെ കാരണമാണ്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഒരാൾക്ക് 4 പ്രാവശ്യം വയറ്റുന്ന പോയി നിൽക്കുക, എന്നാൽ പിന്നെ ഓനെ താങ്ങി പിടിച്ചേണ്ടി വരും. 4 പ്രാവശ്യം വയറ്റുന്ന, അപ്പോൾ ഇങ്ങനെ നിൽക്കനെങ്ങനെ ഇങ്ങനെ കുന്തം പോലെ ഇങ്ങനെ നിർന്നിരുന്ന ആ സാധനം ഈ വയറ്റുന്ന് പോയ സാധനമാണെന്ന് മനസ്സിലാവണമെങ്കിൽ. ഒരാൾക്ക് 4 പ്രാവശ്യം ഛർദ്ദിച്ചു, എന്നാൽ പിന്നെ ഓന് നിൽക്കാൻ കഴിയില്ല, ആള് വിൽക്കും, പിന്നെ ഓനെ താങ്ങി പിടിച്ച് ആശുപത്രി കൊണ്ടുപോകണം. അപ്പോൾ അങ്ങനെ നീച്ച് നീന്നത് ആ ഛർദ്ദിച്ച സാധനമാണെന്ന് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാവണില്ല. പൊട്ടാ നീ മുന്തുള്ളി പിഞ്ചോര കട്ട
പിന്നിന്ന് കാട്ടം ചുമന്നൊരു കൊട്ട. ഷുജായി മൊയ്തു മൗലവി. ഇപ്പൊ മനസ്സിലായോ? നമ്മളിങ്ങനെ വലിയ ആൾക്കാരായി ഷുജായിയായി നടക്കുന്നതിന്റെ കാരണം ഈ കൊട്ട ഇവിടെ ഉണ്ട്, കാട്ടത്തിന്റെ കൊട്ട. അതാണ് സംഗതി. മൂത്രം. ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു ത്വരീഖത്തുൽ മുഹമ്മദിയ എന്നൊരു കിതാബുണ്ട്. അതിൽ പറയുന്നുണ്ട്, മൂത്രദ്വാരത്തിലൂടെ ഒരു പ്രാവശ്യമേ വന്നിട്ടുള്ളൂ, നീ മൂത്രദ്വാരത്തിലൂടെ 2 പ്രാവശ്യം വന്നവനാണ്. മൂത്രദ്വാരത്തിലൂടെ ഒരു വട്ടം വരുന്നുള്ളൂ, നീ മൂത്രദ്വാരത്തിലൂടെ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ നിസ്സാരതയെ നീ മനസ്സിലാക്കണം. നിന്റെ അടിസ്ഥാനം നുതുഫത്ത് എന്ന് പറയുന്ന സാധനം മൂക്കട്ട പോലെയുള്ള കണ്ടാൽ വെറുക്കുന്ന ഒരു സാധനമാണ്. ആ സാധനമാക്കി അല്ലാഹു തആല മാറ്റിയിട്ടുള്ളത്. മനുഷ്യന്റെ ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ഭംഗി കുറയുന്നതിന്റെ കാരണം ഈ ശരീരത്തിൽ നിന്ന് പുറത്തു പോണ സാധനങ്ങളാണ്. ഭംഗി കുറയാത്ത ഒരാളുണ്ടായിരുന്നു, സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹ. കാരണം മെൻസസ് രക്തം ഉണ്ടായിരുന്നില്ല എന്നതാണ്. മെൻസസ് രക്തം ഇല്ലാത്തവർക്ക് ഗർഭമുണ്ടാവൂല എന്നത് കുല്ലിയായ കായിക അല്ല. കുല്ലിയായ കായികയൊന്നുമല്ല, ഭൂരിഭാഗം അങ്ങനെ ഇക്കാലം എന്നേ ഉള്ളൂ. സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹ അങ്ങനെയായിരുന്നു. സ്വർഗാവകാശികൾക്ക് മൂത്രമില്ല. നാളെ മഹ്ശറയിൽ ഇങ്ങനെ മടിയിൽ തലവെച്ച് കിടക്കാൻ നിങ്ങളെ കിട്ടുമോ എന്നാലോചിച്ചപ്പോ എനിക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല നബിയേ. സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്കെൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു രംഗമുണ്ട്. അല്ലാഹുവിൻ്റെ റസൂലേ എൻ്റെ മടിയിൽ ഒരിക്കലിങ്ങനെ തലവെച്ച് കിടക്കുകയാണ്. ജിബ്രീൽ അസ്രാഈൽ അലൈഹിസ്സലാം വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. നബി തങ്ങളുടെ റൂഹ് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് പിടിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. തൊട്ടടുത്ത് കിടന്നിരുന്ന വെള്ളപാത്രത്തിൽ കൈയിട്ടുകൊണ്ട് നബി തങ്ങൾ മുഖം ഇങ്ങനെ തടവി. പരിസരത്ത് ഒരു മിസ്വാക്കുണ്ടായിരുന്നു, ഒരാറാക്കിൻ്റെ കഷ്ണം. ഞാൻ ആ അറാക്കിൻ്റെ കഷ്ണമെടുത്തു നോക്കുമ്പോൾ അത് ഉണങ്ങിയതാണ്, അതിൻ്റെ തലഭാഗം ചപ്പിയിട്ടില്ല. ഞാനത് എൻ്റെ വായിൽ വെച്ച് കടിച്ചിങ്ങനെ ചപ്പിച്ചു. എന്നിട്ട് നബിതങ്ങൾക്ക് ഇങ്ങനെ മിസ്വാക്ക് ചെയ്തു കൊടുത്തു. അല്ലാഹുവിൻ്റെ റസൂൽ വഫാത്താകുന്ന സമയത്ത് അവിടുത്തെ ശറഫാക്കപ്പെട്ട വായയിൽ എൻ്റെ ഉമിനീരുണ്ടായിരുന്നു എന്നതാണ് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന രംഗമെന്ന് സയ്യിദത്തുന ആയിഷ 63-ാമത്തെ വയസ്സിലും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു കോഴിക്കാലെടുത്തിട്ട് അതിങ്ങനെ കടിച്ച് താഴെ വെച്ചാൽ നബി തങ്ങൾ അതെടുത്ത് ആയിഷ ബീവിന്റെ ചുണ്ട് തട്ടി അവിടെ തന്നെ കടിച്ചു തിന്നുമായിരുന്നു.
സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് രാവിലെയായാൽ സുബ്ഹി നിസ്കാരത്തിന് പള്ളിയിൽ പോകും. നിസ്കാരം കഴിഞ്ഞ് നബി തങ്ങൾ വീട്ടിൽ വന്നാൽ പാല് കറക്കാൻ പോകും. നബി തങ്ങൾ പാല് കറന്ന് കൊണ്ടുവന്ന് എനിക്ക് തന്നിട്ട് പറയും, ഇശ്റബി യാ ആയിഷ, ആയിഷ കുടിക്ക്. ഞാനാ പാൽപാത്രം വാങ്ങും, ഞാനത് കുടിക്കും. നബി തങ്ങൾക്ക് തന്നെ മടക്കി കൊടുക്കും. വീണ്ടും ആ പാത്രം എനിക്ക് തരും, വീണ്ടും കുടിക്കാൻ വേണ്ടി പറയും. രണ്ടാമതും ഞാൻ കുടിക്കും, നബി തങ്ങൾക്ക് മടക്കി കൊടുക്കും, വീണ്ടും തരും. മൂന്നാമതും കുടിച്ച് ഞാൻ മടക്കി കൊടുക്കുമ്പോ ഞാൻ കൊടുത്ത പാൽപാത്രം നബി തങ്ങൾ ഒന്നിങ്ങനെ തിരിക്കും. എന്നിട്ട് എൻ്റെ ചുണ്ടെവിടെയാണോ തട്ടിയത് അവിടെ തന്നെ ചുണ്ടുവെച്ച് നബി തങ്ങൾ കുടിക്കുമായിരുന്നു എന്ന് സയ്യിദത്തുനാ ആയിഷ. മുഅ്മിനീങ്ങളെ, മരിക്കുന്നത് വരെ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റോ? സ്വർഗത്തിൽ തുടരാം. കുടുംബജീവിതവും ഭക്ഷണവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. കുടുംബജീവിതവും ഭക്ഷണം തമ്മിൽ വലിയ ബന്ധമുണ്ട്. നബി തങ്ങൾ ചെയ്ത് കാണിച്ചു തന്ന പരിശുദ്ധമായൊരു ഇബാദത്താകുന്നു ഭാര്യ ഭർത്തൃ ജീവിതം. അല്ലാഹുവിന്റെ റസൂലേ, ഞാനും എൻ്റെ ഭാര്യയും ഒരുമിച്ച് കളിച്ചിരുന്നാൽ അള്ളാഹു കൂലി നൽകുമോ നബിയേ? ഒരു സഹാബി ചോദിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിന്റെ ഭാര്യയുടെ വായിലേക്ക് ഒരു ഉരുള ചോറിങ്ങനെ വെച്ചു കൊടുത്താൽ അതിനും നിന്റെ റബ്ബ് നിനക്ക് കൂലി നൽകുന്നതാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഇണ ചേർന്നാൽ അതു കാരണം തന്നെ അവരുടെ എല്ലാ ചെറുദോഷങ്ങളും പൊറുക്കപ്പെടുന്നതാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. കുടുംബജീവിതത്തിലെ ഓരോ അനക്കവും ഇബാദത്താണ്, ഓരോ ചലനവും ഇബാദത്താണ്, ഓരോ നോട്ടവും ഇബാദത്താണ്, ഓരോ തമാശയും ഇബാദത്താണ്, ഓരോ വർത്താനവും ഇബാദത്താണ്. അങ്ങനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റണം, അപ്പോഴല്ലേ കാര്യമുള്ളൂ. ഇതൊരു രസമാണ് എന്ന് തോന്നരുത്, ഇതൊരു നേരം പോക്കാണ്. നമ്മളെ മലബാറിലൊക്കെ ഒരു വർത്താനുണ്ട്, പെണ്ണെട്ടിയാ കാലെട്ടി, പെണ്ണെട്ടിയാ കണ്ണ് കെട്ടി, പെണ്ണെട്ടിയാ പിന്നെ അവൻ ആകെ ഇടങ്ങാറായി. അങ്ങനല്ല, ഇടങ്ങാറാകാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലും പെണ്ണെട്ടാൻ പറഞ്ഞിട്ടില്ല, കഴിച്ചിലാകാനാ പെണ്ണെട്ടാൻ പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാ പിന്നെ ഇടങ്ങാറായി എന്ന് നമുക്ക് തോന്നുന്നത്? അത് ആദ്യം തന്നെ അങ്ങനെ ഇടങ്ങാറായി എന്നൊരു സങ്കല്പമുള്ളതുകൊണ്ടാണ്. നമുക്ക് ഈ ആയത്തിൽ നിന്ന് കല്യാണം കഴിച്ചാൽ സമാധാനത്തിന് വേണ്ടി കല്യാണം കഴിക്കുക എന്നാ ഖുർആൻ പറഞ്ഞത്. തസ്കുനു ഇലൈഹ, സമാധാനത്തിന് വേണ്ടി. സമാധാനത്തിനാണ് ഞാൻ കല്യാണം കഴിക്കണതെന്ന് മനസ്സ് തോന്നിയാൽ സമാധാനം വരും. ഇടങ്ങാറാവാനാണ് കല്യാണം എന്ന് തോന്നിയാൽ ഇടങ്ങാറേ വരുള്ളൂ. നമുക്ക് തോന്നുന്നതിനനുസരിച്ചാണ് വരല്, തോന്നുന്നതിനനുസരിച്ചാണ് വരല്. കുടുംബജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അള്ളാഹു കൂലി നൽകുന്നതാണ്, എല്ലാ കാര്യങ്ങളും. അത്ര പുണ്യമുള്ള ഇബാദത്ത് അല്ലെങ്കിൽ അമ്പിയാക്കൾ ചെയ്യൂല. അമ്പിയാക്കൾ ചെയ്ത പുണ്യമായ ഇബാദത്ത്, ചരിത്രം രേഖപ്പെടുത്തിയ ഒരുപാട് വിവാഹങ്ങളുണ്ട്, ഒരുപാട് കല്യാണങ്ങളുണ്ട്. ഒരു നൂഹ് ബിൻ മറിയം എന്ന് പേരായിട്ട് ഒരു മുതലാളി ഉണ്ടായിരുന്നു, നൂഹ് ബിൻ മറിയം. അദ്ദേഹം വലിയ തോട്ടം ഉടമയാണ്, ഒരുപാട് ഈത്തപ്പഴവും മുന്തിരി തോട്ടങ്ങളൊക്കെ ഉള്ള വലിയ തോട്ടത്തിൻ്റെ ഉടമയാണ് നൂഹ് ബിൻ മറിയം. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ മുബാറക്ക് എന്ന പേരായ ഒരു അടിമ വന്നു, തോട്ടത്തൊഴിലാളിയായിട്ട്, നല്ല വിശ്വസ്തനാണ്. നൂഹ് മുതലാളി മുബാറക്കിനെ തോട്ടത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കാൻ തുടങ്ങി. സമ്പൂർണമായ അധികാരം മുബാറക്കിന് കൊടുത്തു. ഒരു ദിവസം നൂഹ് മുതലാളി തോട്ടം കാണാൻ വേണ്ടി വരികയാണ്. കസാലയിൽ ഇങ്ങനെ ആദ്യം ഇങ്ങനെ നടന്നു നോക്കി, വന്നിട്ട് കസാലയിൽ ഇങ്ങനെ ഇരുന്നിട്ട് മുബാറക്കിനോട്, അടിമനോട് പറഞ്ഞു, മുബാറക്കെ, എനിക്ക് കഴിക്കാനാണ്, തോട്ടത്തിൽ നിന്ന് നല്ല മധുരമുള്ള ഒരു പഴം കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. മുബാറക്ക് ഇങ്ങനെ പോയിട്ട് നല്ല കാണാൻ ചുരുക്കുള്ള ഒരു പഴം കൊടുന്നെടുത്തു. ചെത്തി തിന്ന് നോക്കുമ്പോൾ ഹലാക്കിൻ്റെ പുളിയാണ്.
എടാ മുബാറക്കെ എനിക്ക് തിന്നാൻ വേണ്ടിയിട്ട് നല്ലൊരു മധുരമുള്ള പഴം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എന്താ ഈ പുളിയുള്ളത് കൊടുക്കുന്നത്, വേറൊന്നും കൊണ്ടുവരാറ്. മുബാറക്ക് ഇങ്ങനെയാണ് പോയിട്ട് രണ്ടാമത്തെ ഒന്ന് കൊടുന്നെടുത്ത് നോക്കുമ്പോൾ അതും ഭയങ്കര പുളിയാണ്. മൂന്നാമത്തെ ഒന്ന് കൊടുത്തു, അപ്പം അതും പുളിയാണ്. ആ സമയത്ത് നൂഹ് മുതലാളി മുബാറക്കിനോട് ചോദിച്ചു, അല്ല മുബാറക്കെ, എത്ര കാലമായി പന്നെ ഈ തോട്ടത്തിൽ നിർത്തിയിട്ട് ഇപ്പോഴും ഇതിൽ മധുരമുള്ളത് ഏതാണ് പുളിയുള്ളത് ഏതാണെന്ന് എനിക്കറിയില്ലേ എന്ന് ചോദിച്ചു. മുബാറക്ക് പറഞ്ഞു, മുതലാളിയെ, നിങ്ങൾ എന്നെ ഈ തോട്ടം നോക്കാനാണ് ഏൽപ്പിച്ചത്, അല്ലാതെ ഇതിലത്തെ പഴത്തിൻ്റെ രുചി നോക്കാനല്ല. അള്ളാഹു ആണേ നേര്, ഈ തോട്ടത്തിലെ ഒരു പഴത്തിൻ്റെ രുചിയും എനിക്കറിയില്ല. നൂഹ് മുതലാളി പറഞ്ഞു, മുബാറക്കേജിൻ്റെ ഒപ്പം പോരുകയായിരുന്നു. പെരേക്ക് കൂട്ടിക്കൊണ്ടായി, വീട്ടിൽ കൊണ്ടായി. ഭാര്യനോട് പറഞ്ഞു, സഹധർമ്മിണി, എനിക്കൊരാശയം തോന്നുന്നുണ്ട് പറഞ്ഞു, ഒരഭിപ്രായം തോന്നുന്നുണ്ട് പറഞ്ഞു. എന്താ നിങ്ങളെ അഭിപ്രായം എന്ന് ചോദിച്ചു. നമ്മളെ മോൾക്ക് നമ്മൾ കുറേ കാലമായിട്ട് ഭർത്താവിനെ അന്വേഷിച്ച് നടക്കുകയുള്ളൂ. തങ്ങൾ വന്നിട്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. നമ്മളെ മോൾക്ക് നമ്മൾ കുറേ കല്യാണം അന്വേഷിച്ച് നടക്കുകയാണല്ലോ, എനിക്കൊരാശയം തോന്നുന്നുണ്ട് പറഞ്ഞു. എന്താ നിങ്ങളെ ആശയം എന്ന് ചോദിച്ചു. നമ്മളെ മോളെ ഈ മുബാറക്കിനെ കൂടെ കെട്ടിച്ചാലോ, ഞാൻ അന്ന് തോട്ടത്തിൽ ചെന്നപ്പോൾ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായി. ഭാര്യ പറഞ്ഞു, ഞാൻ എന്നാൽ ഓളോടൊന്നും ചോദിക്കട്ടെ പറഞ്ഞു. ബാക്കി തഴവ പറയാം, എന്നാലും എളുപ്പം. തഴവ പറഞ്ഞാൽ എളുപ്പം കിട്ടും. കുറേ വിശദീകരണം കുറക്കുക, തഴവ പറയുമ്പോൾ അങ്ങനെ ഉണ്ടാവും, നല്ല മനസ്സിലാവുകയും ചെയ്യും. ഉടൻ തന്നെ മകളെ വിളിച്ചു തള്ള പറഞ്ഞത് ശ്രദ്ധിച്ചു കേട്ട് ജവാബിതാണുണ്ടായത്. മക്കൾക്ക് ഗുണമല്ലാത്തതൊന്നും തന്നെ മാതാപിതാക്കളിൽ നിന്ന് വരുമോ പൊന്നേ, അതുകൊണ്ട് നിങ്ങൾക്കിഷ്ടമായി തോന്നുന്നത് എനിക്കിഷ്ടമാണ്, അതിലാണ് തൃപ്തിയുമുള്ളത്. ഉടൻ തന്നെ താൻ തൻ്റെ അടിമയെ ഇത്കാക്കി ഒരു ചെറിയ സദ്യ നടത്തി മരുമകനാക്കി. ലോകത്ത് എമ്പാടും പ്രസിദ്ധം ഉള്ള ഇബ്നുൽ മുബാറക്കിനുമ്മയാണ് തള്ള. സൂഫികളിൽ പ്രധാനിയായ അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും കഥയാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹു അവരെ കൂടെ നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. പറഞ്ഞതും കേട്ടതും സാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ.